കൈയടിക്കുമ്പോഴും ദൂത് പറയുമ്പോഴും വാദ്യ ഉപകരണങ്ങളൊക്കെ അതിന്റെ നല്ല നിലയിൽ ശബ്ദത്തോടെ കൈകാര്യം ചെയ്യുകയും മൈക്കിന്റെ ഓളിയൊക്കെ കൂട്ടി വളരെ ശക്തിയോടെ ശബ്ദമുയർത്തി പാടുകയും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് വർഷിപ്പൊക്കെ നടത്തുമ്പം എല്ലാവർക്കും ഉണർവും ബഹളവും ഒക്കെയാ. എന്നാൽ ചില ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട് വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചിലര് ഉറങ്ങും. ഒന്നുകിൽ അവര് ഉറങ്ങും, ഇല്ലെങ്കിൽ അശ്രദ്ധരായിട്ടിരിക്കും, അല്ലെങ്കിൽ കൂടെ കൂടെ വെളിയിലോട്ട് പോകും, അല്ലെ വെളിയിൽ പോയില്ല തന്നെ അകത്തിരുന്ന് വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം കണ്ടുവരുന്നത് എല്ലാരും മൊബൈലിൽ കളിക്കുക. വാക്യം തപ്പുക എന്നായി പറയുന്നേ ആട്ടെ, അലക്ഷ്യമായിട്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ അവർക്ക് ആത്മീക രോഗമുള്ളവരാ. അവർക്ക് ആത്മീയ രോഗം, അല്ലാത്ത രോഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറഞ്ഞ കക്ഷികൾക്കല്ല ആത്മീക രോഗം ബാധിച്ചവരാ. പ്രവാചകന്റെ ഭാഷ അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. അപ്പൊ ഇവിടെ രോഗം ഒന്നും ഇല്ലെന്ന ഞാൻ കരുതുന്നത്. ഇനി അങ്ങനെ ആർക്കേലും ആത്മീക രോഗമുണ്ടെങ്കിൽ നിരാശപ്പെടുകയൊന്നും വേണ്ട. അതിനുള്ള ചികിത്സാ സമ്പ്രദായം ബൈബിളിലുണ്ട്. അങ്ങനെ അലക്ഷ്യമായിട്ട് ഉഴപ്പി ഈ വചനം ശ്രദ്ധിക്കാതൊക്കെ ഇരിക്കുന്നവരെ നന്നായിട്ട് ചികിത്സിക്കണം. അവർക്ക് കണ്ടമാനം പഴുപ്പുണ്ട്. കുറെ വർഷങ്ങളായിട്ട് ഇതിനകത്ത് വന്നങ്ങ് പഴുത്ത്. അപ്പോൾ പഴുപ്പിന് പെയിന്റ് അടിക്കരുത്, ഞെക്കി കഴുകണം. അങ്ങനെ നന്നായിട്ട് ഞെക്കണം. മിക്കവാറും ഇന്ന് പകല് ഞെക്കായിരിക്കും, ഇഷ്ടമല്ല. ഇപ്പോഴത്തെ രീതിയല്ല. പണ്ട് കാലത്ത് മുറിവോ പരിവോ ഒക്കെ ആയിട്ട് ആശുപത്രി ചെല്ലുമ്പം ഡോക്ടർ ഒന്ന് നോക്കും. ഡോക്ടറെ തുടരുതെന്നാ നമ്മൾ പറയുന്നത്. വേദനയും ഡോക്ടർ ഇങ്ങനെ നോക്കും. നോക്കി വെച്ച് നേഴ്സിനോടോ കമ്പൗണ്ടറിനോടോ ഒക്കെ പറയും, ഇല്ല ഇന്ന മരുന്നെടുത്തൊന്ന് തേച്ച് വിട്ടാക്കാൻ പറയും. രാവിലെ ഇവിടം വരെ വരണം. പറഞ്ഞില്ലെങ്കിലും രാവിലെ അവിടെ വരും. അത് ഇത്രയാ തേച്ച് വിടുന്നത്. ഇത് തേച്ച് വിടുമ്പം ഈ രോഗി ഓർക്ക് നല്ല ഡോക്ടറാ തൊട്ടുപോലുമില്ല. അതെന്തിനായി തേച്ച് വിട്ടെന്ന് ചോദിച്ചാൽ പഴുക്കാനുള്ളതായി വെച്ചേക്കുന്നത്. രാത്രി ഒരു 1:45 നാടൻ ഭാഷ പറഞ്ഞ വിങ്ങും, നന്നായിട്ട് വിങ്ങും. ഡോക്ടർ ആശുപത്രി വരുന്നതിന് മുന്നേ നമ്മൾ അവിടെ ചെല്ലും. അപ്പം അങ്ങനെയുള്ളവരെ പിടിച്ച് കിടത്തും. ചിലരെ വിധേയപ്പെടുത്തി കൊടുക്കും. ഞെക്കുകയോ കഴുകുവോ വെച്ച് കെട്ടുകയോ ഒക്കെ ചെയ്യാൻ പറയും. ചിലര് സമ്മതിക്കുകയല്ല, ഒതറും. നമ്മുടെ സഭയിൽ കൊണ്ട് ഒതറുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്കിടെ അവർ ഒതറും. അപ്പൊ അങ്ങനെ ഒതറുകയോ ചിലര് ഡോക്ടറെ തെറി പറയും, ചിലര് തൊഴിക്കാൻ നോക്കും. അപ്പൊ അതിനവിടെ നല്ല ആരോഗ്യമുള്ള കമ്പൗണ്ടർമാരുണ്ട്. അപ്പൊ അവര് നല്ല ശരിക്കും പിടിച്ചവിടെ കിടത്തും, നന്നായിട്ട് ഞെക്കും. ഈ നാടൻ ഉറക്കെ ഹല്ലേലൂയ പറ സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. കൊച്ചു സഹോദരിമാര് വായിക്കാൻ വളരെ താല്പര്യത്തോടായിരുന്നത്. മോളെ മുന്നോട്ട് വന്നിരിക്കുകയാണെങ്കിൽ, കുഞ്ഞുണ്ടോ? ഇല്ലല്ലോ. പുള്ളി ഏറ്റവുള്ളവായിരിക്കും ഇന്നത്തെ. മുന്നോട്ടിരിക്കാം. അപ്പം ഇങ്ങോട്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പകല് പുള്ളി കൈകാര്യം ചെയ്യട്ടെ കൊച്ചിനെ. അപ്പം അവരൂടെ വായിക്കാൻ താല്പര്യപ്പെടുക, അവർക്കൂടെ മൈക്ക് ഇടയ്ക്കൊന്ന് കൊടുത്താൽ അതാ ഒരു നല്ല സന്തോഷമായിരിക്കും. അത് ഒറ്റയ്ക്ക് വായിക്കണോ? വേണ്ട.
അപ്പം അവർക്കൂടെ കൊടുത്ത് ഒന്നിച്ചവന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിങ്ങൾ 4 പേരും ചടിചടാന്ന് വായിച്ചോണം. ഇന്ന് വാക്യത്തിന്റെ അയ്യരുകളിയാണ്. അപ്പം ചടിചടാന്ന് വായിക്കണം. ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ചാട്ടെ, കുറുവാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു, നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമൊക്കെ ഞാൻ നിനക്ക് മടക്കത്തരുന്നു. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടിയാട്ടെ. ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയ നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. മരിയയിൽ അവതാരം ചെയ്തൊരു നാഥനെ, മരിയയിൽ അവതാരം ചെയ്തൊരു നാഥ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം എല്ലാവർക്കും വളരെ പരിചിതമായ വാക്യമാണ്. ആ ഭാഗങ്ങളെല്ലാം ദൈവവചനം വായിച്ച് ധ്യാനിക്കുന്നവർക്ക് തിട്ടമുള്ള ഭാഗമാണ്. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച്, അവിടെ നിന്റെ അപ്പനാകുന്ന ശൗലെന്ന നന്നായിട്ട് പഠിച്ചാൽ നിന്റെ വലിയപ്പനായ ശൗലിന്റെ നിലമൊക്കെ ഞാൻ നിനക്ക് മടക്കി തരും. എന്നിട്ട് പറയുകയാ, നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ആട്ടെ, നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുന്നവരും പഠിക്കുന്നവരും ഗ്രഹിക്കുന്നവരും അതിനെപ്പറ്റി അറിവുള്ളവരും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നല്ലോ. ഇസ്രായേലിലെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ചരിത്ര പുസ്തകങ്ങളാണ് യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. നമുക്കറിയാം, ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥം, അത് ഉൽപ്പത്തി മുതലുള്ള കാര്യങ്ങള് വിവരണം കൊടുത്തിരിക്കുക.
പിന്നീട് യോശുവായുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. ഇസ്രായേൽ ചരിത്രം. ഈ ചരിത്രം തുടങ്ങുന്നത്, ഇസ്രായേൽ ചരിത്രം ആരംഭിക്കുന്നത്, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ ജാതി, ഈ ജനത, ഈ വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത്. അബ്രഹാം മുതലായവരുടെ ചരിത്രം. ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറ. ഇങ്ങനെയാണ് പഠിക്കുന്നത്. 3 14 2 10, 3 14 42 2 10 20, അങ്ങനെ 42 20 62 തലമുറയാണ് എണ്ണപ്പെട്ട തലമുറ. സൂക്ഷ്മമായി പഠിച്ചാൽ വേറെയും തലമുറയുണ്ട്. അപ്പൊ എന്തായാലും അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്നാ ഈ ജാതി, ഈ ജനത, ഈ വംശം, ഈ സമൂഹം ഉടലെടുക്കുന്നത്. അധികം വിവരിക്കുന്നില്ല. അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക് ജനിച്ചു. മോള് മിക്കാറും പോകേണ്ടി വരും. അപ്പോൾ ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ജനിച്ചു. യാക്കോബിൽ നിന്ന് നമുക്കറിയാം ഗോത്ര പിതാക്കന്മാർ 12 പേര്, രൂബേൻ മുതൽ ബെന്യാമീൻ വരെ. ആ 12 പേരിൽ നിന്നാണ് ഇസ്രായേൽ സമൂഹം, ജനനദികൾ, യഹൂദ വംശം, ജനം പടർന്ന് പന്തലിക്കുന്നത്. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. ഇവര് യോസഫിന്റെ കാലത്ത് മിസ്രയീമിൽ എത്തി. 70 പേര് വന്നെന്നാ. ആ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ചു. ഗോശേൻ ദേശം അവകാശമായി കൊടുത്തു. ദൈവം ഇവരെ ഉയർത്തി വർദ്ധിപ്പിച്ചു. ഒരു വലിയ സമൂഹമായി. ഒടുവില് ദൈവം ഇവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു. അപ്പൊ ആകെയൊക്കെ നിങ്ങൾക്കറിയാം. ഉദ്ധാരകനായിട്ട് ദൈവം മോശയെ തന്നെ തെരഞ്ഞെടുത്തു. മോശ മുഖാന്തിരം ഇവരെ മിസ്രയീമിയ ഇരുമ്പു ചൂളയിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഒരു കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിച്ചതിൽ കൂടിയാണ് ഇവർക്ക് വിടുതൽ ലഭിക്കുന്നത്. അങ്ങനെ വിടുതൽ ലഭിച്ച ദൈവമക്കൾ മിസ്രയീം വിട്ട് യാത്ര ചെയ്ത് ചെങ്കടൽ കടന്നു, മറുകര കയറി. ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 10 ഇടങ്ങളിൽ വെച്ച് ഇവര് ശിക്ഷ നടത്തി. 10 ഇടങ്ങളിൽ വെച്ച് ഇവര് പ്രശ്നമുണ്ടാക്കി പിറുപിറുത്തു. എണ്ണി തിട്ടമെടുത്തതിൽ സിംഹഭാഗം ആൾക്കാർ മരുഭൂമിയിൽ പട്ടു. വളരെ ചുരുക്കം ആൾക്കാർ, എണ്ണി തിട്ടമെടുത്തത് 2 പേരും, ശേഷമുള്ള ചുരുക്കം പേര് കനാനിൽ വന്ന് പ്രവേശിക്കുന്നു. ഇതിനിടയ്ക്ക് അഹറോൻ മരിച്ചു. മിറിയാം കാദേശിൽ വെച്ച് മരിച്ചു. അതിനുശേഷം മോശ മരിച്ചു. ദൈവം അടക്കി. മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ച യോശുവ നേതൃത്വത്തിൽ വന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് യോർദാൻ കടന്ന് മറുകരയിലോട്ട് കയറി. ഇതിനിടയ്ക്ക് മോശയോട് അനുവാദം വാങ്ങി, അത്ര ദൈവഹിതമല്ലെങ്കിലും അതിന്റെ അനുവാദത്തോടെ 2.5 ഗോത്രക്കാര് ഇക്കരെ തമ്പടിച്ചു. ശേഷമുള്ള കണക്കും പ്രകാരം 9.5 ഗോത്രക്കാര് യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് ഇവര് മറുകര കയറി യെരിഹോ കോട്ട പിടിച്ച് ഹായി പട്ടണം നേടി ഗിബയോൻ നിവാസികളെ ഒതുക്കി ഗിബയോൻ പട്ടണം പിടിച്ച് കനാനിലേക്ക് ഇവര് പ്രവേശിച്ച് യോശുവ ഗോത്രത്തിന്റെ നിലയനുസരിച്ചും കുടുംബത്തിന്റെ കണക്കനുസരിച്ചും ആൾബലം അനുസരിച്ച് ദേശം ചീട്ടിട്ട് പകത്ത് ഇവർക്ക് കൊടുത്തു. ശീലോവിൽ കൊണ്ടുവന്ന് സമാഗമന കൂടാരം നിവർത്തി. പൗരോഹിത്യ ശുശ്രൂഷ ലേവി ഗോത്രക്കാർക്ക് ആയതുകൊണ്ട് നിങ്ങളുടെ ഓഹരി യഹോവ തന്നെയാണെന്ന് പറഞ്ഞു. ഇവരെ നല്ല നിലയിൽ നടത്താനും ശീലിപ്പിക്കാനും കൊണ്ടുപോകാൻ വേണ്ടി ദൈവം ഇവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തു. ഒക്കനിയേല്, ശങ്കർ, എടങ്കയ്യൻ ഏഹൂദ്,
പിന്നെ ദബോര, നമുക്കറിയാം ഗിദയോന്, ഇബ്താഗ്, ബാരാക്ക്, ഷിംഷോൻ. എബ്രായ ലേഖനത്തിൽ പറയുന്നത് വിവരിപ്പാൻ സമയം പോരെന്ന, എനിക്കും പോരാ. അപ്പൊ ഇങ്ങനെ ന്യായാധിപന്മാരെ ദൈവം കൊടുത്തു. പ്രവാചകനും ന്യായാധിപനും കൂടി ആകുന്ന ശമൂവേലിനെയും ദൈവം ഇവർക്ക് കൊടുത്തു. ശമൂവേലിന്റെ കാലം വന്നപ്പോൾ ഇവര് ഇസ്രായേൽ മക്കൾക്ക് ഒരു ചെറിയ അഹങ്കാരവും നെകളും ഒരു, ഈ നാടൻ ഭാഷ അങ്ങ് പറയുന്ന ഒരു കുന്തളിപ്പും, അനുഗ്രഹമൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് അഹങ്കാരം കൂടും. എല്ലാവരുടെയും കാര്യമല്ല. പഴയ ആ പരുവക്കേടെല്ലാം മാറി കഴിയുമ്പം അഹങ്കാരം കൂടും. പിന്നെ എല്ലാവരോടും മിണ്ടാൻ വലിയ ബുദ്ധിമുട്ട്. സഭയിൽ വന്നാലും വളരെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യും. കൈയടിച്ചാലും പാടിയാലും എല്ലാം വളരെ, അതാ പഴയ പരുവക്കേടല്ല. എൻ്റെ ഭാഷ പറഞ്ഞ ഈ കാക്കക്കേട് മാറി. കാക്കക്കേട് മാറിക്കഴിഞ്ഞാൽ ചിലർക്ക് അഹങ്കാരം, എല്ലാവർക്കും അല്ല, ചിലർക്ക് അഹങ്കാരം. ഇവർക്കും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായി. ഇവരർഹിക്കാത്ത നന്മയും അഭിവൃദ്ധിയൊക്കെ ദൈവം കൊടുത്ത്, ഇങ്ങനൊരു വാക്യമുണ്ട്, യശൂരോനോ പുഷ്ടി വെച്ചൊതച്ചെന്ന. അപ്പൊ നന്നായിട്ട് പുഷ്ടിയായി. അപ്പൊ ഇവർക്ക് അഹങ്കാരവും കൂടി. അപ്പോൾ ഇവര് നിർബന്ധിച്ചു, ശടിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. അമ്മോന്യർക്ക് രാജാവുണ്ട്, മോവാബർക്ക് രാജാവുണ്ട്, പ്രത്യക്ഷത്തിൽ ഒരാൾ വേണം ഭരിക്കാൻ. അവൻ ദൈവം പറഞ്ഞില്ല, ഞാൻ ഭരിക്കാൻ, ഞാനാ നിങ്ങളുടെ രാജാവ്. അല്ലല്ലല്ല, ഞങ്ങൾക്ക് രാജാവിന് വേണം. അങ്ങ് ശടിച്ചു, നിർബന്ധിച്ചു. കണ്ടമാനം അങ്ങ് നിർബന്ധിച്ചപ്പോൾ ശമൂവേലിനും ഇത് വലിയ മനോവ്യസനമായി. ശമൂവേൽ ദൈവത്തോട് പറഞ്ഞു, എന്തോ ചെയ്യും? ദൈവം പറഞ്ഞു, പേടിക്കുവെന്നും വേണ്ട, ഭാരപ്പെടണ്ട, നിന്നെ അല്ല ഇവര് ധരിച്ചത്, എന്നെയാണ്. ഇവരതിനങ്ങ് നിർബന്ധിക്കുക, ദൈവത്തോട് അങ്ങ് സമ്മർദ്ദം ചെലുത്തുക. നമ്മൾ ചിലർ പറയില്ലേ, പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്ന്. തരാതെ നിന്നെ വിടുകയില്ല. ഇതൊക്കെ പെന്തിക്കോസുകാരുടെ ചില പ്രയോഗ ശൈലികളാണ്. തരാതെ നിന്നെ ചില പറയത്തില്ല, രണ്ടിലൊന്നും അറിയാതെ ഞാൻ എഴുന്നേൽക്കുകയല്ല. അപ്പൊ ഇവരിങ്ങനെ കണ്ടമാനം അങ്ങ് ശടിച്ചു, നിർബന്ധിച്ചു. അപ്പൊ ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്തു, ഒരു രാജാവിനെ അങ്ങ് കൊടുത്തേര്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ എല്ലാവരും യോജിക്കല്ലേ, കണ്ടമാനം പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കരുത്. ഇതാ നമ്മുടെ വ്യവസ്ഥ. മിറ്റം വരെ പോയ പ്രവാചകൻ തിരിച്ചു വന്നിച്ച് പറഞ്ഞ് 15 തന്നു. സന്തോഷമായി. ആ സാക്ഷ്യം കേട്ടവർക്കും സന്തോഷമായി. സഭ ദൈവത്തെ മഹത്വപ്പെടുത്തി, നല്ല കാര്യമാണ്. പക്ഷേ ഈ 15 വർഷം അങ്ങോട്ട് കൊടുത്തതിൻ്റെ 2-ാം കൊല്ലം ഒരു ചെറുക്കനുണ്ടായി, ഇതുപോലെ നാശം പിടിച്ചൊരു ചെറുക്കൻ. അവന്റെ പേര് അവനെ കാണുന്നവരെല്ലാം ചേർന്ന് വെക്കുകയുള്ളു. മനേഷ്, നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന വേദോത്തരമുള്ള കാര്യമാണ്. നിങ്ങളുടെ നോട്ട് വരുമ്പോഴാണ് ഞാനിപ്പോ അവിടെ കണ്ടിരുന്ന് എഴുതിയാന്ന് തോന്നുന്നു. മനേഷ്. പിന്നീടത്തെ ഭാഗം ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾ വചനപരിജ്ഞാനം ഉള്ളവർക്കറിയാം. എന്ത് വൈതരണിയുണ്ടായി. പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിപ്പാനുള്ള വ്യവസ്ഥ അവിടുത്തെ ഹിതമാണെങ്കിൽ, അവിടത്തേക്ക് തിരുവുള്ളമുണ്ടെങ്കിൽ. ഇടയ്ക്ക് വചനം പ്രകാശിച്ചത് കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഭാഗങ്ങളാ. വിശ്വാസികളിൽ ചിലർ പറയാനുണ്ട്, ഞാൻ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിച്ചു, ദൈവം മറുപടി തന്നു. ഇന്ന വിഷയം ചോദിച്ചു തന്നു. ഇന്നത് ചോദിച്ചു, ദൈവം തന്നു. ഇന്ന വിഷയം പ്രാർത്ഥിച്ചു, ദൈവം മറുപടി തന്നു. ചിലർ അല്പം കൂടെ കയറ്റി പറയും, ഞങ്ങൾ ചില വിഷയങ്ങളെല്ലാം എഴുതി വെച്ചു, കൈ വെച്ച് പ്രാർത്ഥിച്ചു. ആ എഴുതി വെച്ച വിഷയത്തിന് എല്ലാം ദൈവം മറുപടി തന്നു. എനിക്ക് അങ്ങനത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് വെപ്രാളം ഉണ്ടാകും. ഏതാ, ഞങ്ങൾ ചോദിച്ചതിനെല്ലാം ദൈവം ഞങ്ങൾക്ക്
മറുപടി തന്നെന്നുള്ള സാക്ഷ്യം കേൾക്കുമ്പം നിങ്ങൾക്ക് സന്തോഷമായിരിക്കും, പക്ഷെ എനിക്ക് വെപ്രാളം ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അങ്കുരിച്ച ഒരു ചോദ്യം, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം ഞങ്ങൾക്ക് മറുപടി തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? നിങ്ങൾ എന്നോട് ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്കറിയാം. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ച വിഷയത്തിനെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം മറുപടി തരുമ്പോൾ തനിക്ക് എന്നാ ഇത്ര വെപ്രാളം? അപ്പം ഉറക്കെ ചോദിക്കുന്നില്ലെന്നേ ഉള്ളൂ, മുഖം കാണുമ്പോൾ എനിക്കറിയാം. അപ്പൊ ആ ചോദ്യം വന്നവർക്ക് തിരിച്ച് ഞാൻ മറുപടി തരിക. നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിനെല്ലാം ദൈവം നിങ്ങൾക്ക് മറുപടി തന്നെന്ന് പറയുമ്പോൾ എനിക്ക് വെപ്രാളം വരാൻ കാര്യം ദൈവത്തോടോ നിങ്ങളോടോ വൈരാഗ്യം ഉണ്ടായിട്ടല്ല, വേറൊരു വാക്യം എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം വീണ്ടും നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം, ഇങ്ങനെ വെപ്രാളപ്പെടുത്തുന്ന വാക്യം ഏതാണ്? ഒത്തിരി വാക്യങ്ങളുണ്ട്. എന്നാൽ ഈ എടുത്ത വിഷയത്തോട് ബന്ധപ്പെട്ട് വെപ്രാളപ്പെടുത്തുന്ന ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിച്ച് 106-ാം സങ്കീർത്തനത്തിന്റെ 15-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചേ. പെട്ടെന്ന് സങ്കീർത്തനം 106-15 ജടേന്ന് വായിച്ചേ. മൈക്കിൽ കൂടെ വായിച്ചാൽ നല്ലതായിരുന്നു. മൈക്കിൽ കൂടെ അങ്ങനെയാണോ മൈക്കിൽ കൂടെ വായിക്കുന്നത്? മൈക്കിൽ കൂടെ വായിക്കുന്നത്. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. ഇങ്ങോട്ട് നോക്കി, എല്ലാരും എന്നെ നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കി, എന്നെ നോക്ക്. വായിച്ച സഹോദരി മാത്രം വായിക്കണം, ബാക്കി എല്ലാരും എന്നെ നോക്കണം. അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. നിർത്തിക്കേ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക്. നമ്മൾ അങ്ങനെ ലിസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും. ഇന്ന വണ്ടി, ഇന്ന മോഡല്, ഇന്ന ഷോറൂമിൽ നടക്കുന്നത്, ഇന്ന വീട്, അത് ഇത്ര നില, ഇന്ന മാർബിള്, തേക്കിന്റെ തന്നെ കഥകും. മിണ്ടുന്നില്ല. കട്ടള്, അത് എഞ്ചിനീയറെ കൊണ്ട് പ്ലാൻ വരപ്പിച്ച് അത് ബൈബിളിനകത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കും. ഞാൻ എതിർക്കുന്നില്ല. കല്യാണ വിഷയം, മോന്റെയൊക്കെ കല്യാണം, ജോലി, സാലറി, ഇത്ര അക്കം, ഇന്ന രാജ്യം, അതെല്ലാം നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ വിഷയങ്ങൾ. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാനിത് എതിരല്ല. ഇവിടെ അതൊക്കെ തന്നെ. അവരപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു. പക്ഷെ അടുത്ത വാക്യം വെപ്രാളപ്പെടുത്തുന്ന അടുത്തത് വായിച്ച മോളെ. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. അതാ എനിക്ക് വെപ്രാളം. അവരപേക്ഷിച്ചതിനെല്ലാം ദൈവം മറുപടി കൊടുത്തു. അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിക്കണം. എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ദൈവമക്കളോട് ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ചോദിച്ച വിഷയത്തിനെല്ലാം ഒരുപക്ഷെ മറുപടി കിട്ടിയില്ലെങ്കിലും വിഷയത്തിന് പരിഹാരം വന്നില്ലെങ്കിലും നമ്മുടെ പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. വിഷയത്തിനെല്ലാം മറുപടി കിട്ടി പ്രാണൻ ക്ഷയിക്കുകയാണെങ്കിൽ മറുപടി കിട്ടിയിട്ട് തന്നെ എടുക്കാന് ആർക്കും വരാതിരിക്കട്ടെ, ദൈവം വിടുവിക്കട്ടെ. എങ്കിലും സന്ദർഭം വന്നുകൊണ്ട് പറയാം. പ്രാർത്ഥിച്ച് 2 നില വീട് വെച്ചു. ഭയങ്കരം വീട്. ഒറ്റ സ്വിച്ച് ഞെക്കിയാൽ മതി, മൊത്തം കത്തും. ഗേറ്റിൽ ആരെങ്കിലും തൊട്ടാ ബെഡ്റൂമിൽ ഇരുന്ന് അറിയാം. അതൊക്കെ നല്ല കാര്യം. സാമ്പത്തിക ഭദ്രതയുള്ളവരതൊക്കെ അങ്ങനെ ചെയ്യട്ടെ, നല്ല കാര്യം. എല്ലാവർക്കും നല്ല വീടും കിട്ടട്ടെ. എനിക്കതിന് എതിരൊന്നുമില്ല. പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഒക്കെ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു നല്ല വീട് കിട്ടി. പക്ഷെ വീട് പണിതിട്ട് അതിനകത്ത് സമാധാനമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ലെങ്കിലോ? ആ വീട് കിട്ടിയിട്ട് എന്തുവാ എനിക്ക് മനസ്സിലാകുന്നില്ല. പേരും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. വളരെ മാന്യമായിട്ടൊരു വീട് പണിതു. അതിന്റെ പ്രതിഷ്ഠാ സമയത്ത് എന്നെ വചനം പ്രസംഗിക്കാനും വിളിച്ചു. വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പരുവക്കേടാണ്. അവർക്ക് ഈ ശുശ്രൂഷയല്ല വിഷയം, വേറെ കാര്യമാണ്. വെളിയിൽ കൂട്ടുകാർ വന്നിരിക്കുന്നു, കൂട്ടുകാരന്റെ കൂട്ടുകാർ വന്നിരിക്കുന്നു. അപ്പം പിന്നെ വേറെ വേറെ രീതികൾ, അതൊന്നും ഞാൻ പൊതുവെ പറയുന്നില്ല. ഇവിടെ അകത്ത് വചന ശുശ്രൂഷയാണ്.
ആ ശുശ്രൂഷയെ അങ്ങ് അലക്ഷ്യമാക്കുക. ഞാന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് ഇത് മതി എന്ന് പറഞ്ഞു. ഇവർക്കിത് പണ്ടൊരാൾ പറഞ്ഞാൽ ഈ പള്ളിക്ക് ഈ മണി മതി എന്ന് പറഞ്ഞതുപോലെ ഇവർക്കിത് മതി. നടന്ന സംഭവം കേൾക്കണോ? ആ പുതിയ വീട്ടിൽ 3 ദിവസം തികച്ച് താമസിച്ചില്ല. ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തോട് ബന്ധപ്പെട്ട് ആ വീട് വിടേണ്ടി വന്നു. ഇന്ന് വരെ ആ വീട്ടിൽ താമസിക്കാൻ ഒത്തിട്ടില്ല. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. അതൊക്കെ കാണുമ്പോ അവരെ വിധിച്ചതല്ല, അത് കാണുമ്പോ ഭയമാണ്. വിഷയത്തിനെല്ലാം പരിഹാരം വന്നില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. 1.5 കോടിയുടെ വണ്ടി മേടിച്ചു, നല്ലത്. ഇപ്പോൾ അങ്ങനെ വിലയുള്ള വണ്ടി ഉണ്ട്. എന്തോ അതിന്റെ പേര് BMW. പിന്നെ വേറൊരു വണ്ടി ഉണ്ടല്ലോ, ഈ മട്ടം ഇരിക്കുന്ന ഓടി. ആ, എല്ലാത്തിന്റെ പേരൊന്നും വലിയ തട്ടമില്ല. ഓടി. നിങ്ങളിങ്ങനെ കുശുമ്പ് കുത്തി നോക്കണ്ട. നിങ്ങൾക്ക് എല്ലാം ഓടി കിട്ടട്ടെ. നിങ്ങൾ കുശുമ്പ് നോക്കി. ചിലക്ക് അസൂയ ഉള്ളവരുണ്ട്. നല്ലതാ ഓടി, BMW തത്തുല്യമായ വണ്ടികളൊക്കെ. ആ വണ്ടി മേടിച്ചിട്ട് അതിനകത്ത് കയറി യാത്ര ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ? വണ്ടി പുതപ്പിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക. തിണ്ണയായിരുന്നു നോക്കും, നമ്മുടെ വണ്ടിയാ. അനങ്ങണമെങ്കിൽ 2 പേര് ഇടവും വല്ലതും നിന്ന് ആർക്കും അത് വരാതിരിക്കട്ടെ, വന്നവരെ വിടിവിക്കട്ടെ. പക്ഷെ നിനക്ക് മാരുതി 800 ഉള്ളെങ്കിലും 60 പോകുന്നുണ്ടെങ്കിൽ അതല്ലേ 60 പോകാവുള്ളൂ. സ്തോത്രം. അല്ലെ ഒരു 70 ആയിക്കോട്ടെ. കുറച്ച് മര്യാദയ്ക്ക് പോണമെന്നാ ഞാൻ പറഞ്ഞതിന്റെ. സ്തോത്രം. വിഷയത്തിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. ചിലപ്പോൾ ഇന്ന് പകൽ ഇവിടെ പ്രാർത്ഥിക്കുന്ന കൂടപ്പെട്ടിരിക്കുന്ന പലരുടെയും വിഷയത്തിന് പരിഹാരം ഇതുവരെ കണ്ടില്ലായിരിക്കാം. ചിലർ വിഷയത്തിന് മറുപടി കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനപ്പീഡ വന്നെന്നും വരാം. അങ്ങനെയുള്ളവർ ഇന്ന് പകൽ ധൈര്യപ്പെടണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ആമേൻ, സ്തോത്രം. എന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിലും പ്രാണൻ ക്ഷയിക്കാത്തതാ നല്ലത്. പ്രൈസ് ദി ലോർഡ്. വേണമെങ്കിൽ രഹസ്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വാചകം കൂടെ പറഞ്ഞു. വേണമെങ്കിൽ ഞാനങ്ങനെ പറയുന്ന ആളാ. വേണം ഇങ്ങനെ പറ, കർത്താവേ, എന്റെ പ്രാണന് ക്ഷയം ഉണ്ടാക്കുന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്റെ പ്രാണന് ഹാനി വരുത്തുന്നതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞാൻ ദൈവദാസന്മാരോട് എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. ദൈവമേൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് വിഘ്നം വരുത്തുന്ന ഒന്നും നമുക്ക് വേണ്ട. ദൈവമക്കളോട് പറയാ, നിന്റെ ആത്മീകത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. നിന്റെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വചനധ്യാനത്തിനും കൂട്ടായ്മയ്ക്കും ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. ഇന്ന് പകൽ ആത്മാർത്ഥമായി ദൈവത്തോട് പറ. തീരുമാനത്തോടെ പോ. ശുശ്രൂഷയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. ആരാധനയ്ക്ക് ഭംഗമുണ്ടാക്കുന്ന ഒന്നും വേണ്ട. ആത്മീക മണ്ഡലങ്ങൾക്ക് ഹാനി വരുത്തുന്ന ഒന്നും വേണ്ട. ദൈവത്തിന് മഹത്വം. ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. എന്റെ ഇഷ്ടം ഒന്നു വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ,
നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഗീതമെന്തെന്നു ഞാൻ അറിയുവാ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഗീതമെന്തെന്നു ഞാൻ അറിയുവാ. എൻ മനം പുതുക്കി മാറിടുന്ന നിത്യ എൻ മനം പുതുക്കി ഓ നിന്യമാണെനിക്ക് ലോകലാവണ്യ നിത്യമാണെനിക്ക് ലോകലാവണ്യ എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നീടുന്നേ ഞാനിന്ന് ബോധമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ എന്റെ ഇഷ്ടമൊന്നും അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. കരമുയർത്തി മഹത്വം കൊടുക്കാം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്ത അതെന്താണെങ്കിലും സ്തോത്രം. അതിനോട് ബന്ധപ്പെട്ട് മനുഷ്യർക്ക് പലർക്കും നമ്മളോട് ഇഷ്ടം വരികയില്ല, വരത്തില്ല. പെന്തിക്കോസുകാർക്കും എല്ലാവർക്കും ഒന്ന് നമ്മളോട് ഇഷ്ടം വരികയില്ല. നമ്മുടെ ലോക്കൽ സഭയിലുള്ള എല്ലാവർക്കും ചില നമ്മളോട് നമ്മൾ ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കുമ്പോഴേ സഭയും പോട്ടെ വീഴുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ദൈവഹിതത്തിനായി നമ്മളെ സമർപ്പിക്കുമ്പോഴേ അതിനൊരു തെളിവ് നമ്മുടെ കർത്താവ് തന്നെ. അവിടുന്ന് ഗതസമനെ വെച്ച് പ്രാർത്ഥിക്കുക അല്ലേ? നിങ്ങൾ ആ ഭാഗമൊക്കെ അറിയാം. വിയർപ്പ് ചോരത്തുള്ളിയായി നിലത്ത് വീഴുക. മനുഷ്യവർഗത്തിന്റെ എല്ലാ പാപഭാരം വഹിക്കുക അവിടുന്ന്. പൂവനത്തിൽ അധികാരം വഹിച്ചതിനാൽ ഗതസമന പൂവനത്തിൽ അധികാരം വഹി. ഇതൊന്ന് നീക്കി തരണം, മാറ്റി തരണം. പറഞ്ഞിട്ട് നിർത്തിയില്ല. അവിടുത്തെ ഇഷ്ടത്തിനായി സമർപ്പിച്ച് സ്വർഗമഹിമകൾ വിട്ടുലോകത്തിലേക്ക് അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ വന്നതാ. അങ്ങനെ ഇഷ്ടത്തോടെ ഈ ഭൂമി ജീവിച്ചപ്പം ആദ്യം സ്വന്തം സഹോദരന്മാര് പോലും വിശ്വസിച്ചില്ല അല്ലേ? യാക്കോബ് ഒന്നും അവരൊന്നും ആദ്യം വിശ്വസിച്ചില്ല. വീട്ടുകാര് പള്ളിയിൽ ചെന്നപ്പോഴും പ്രശ്നമായിരുന്നു. കുറെ പേരങ്ങ് ഇടയുക, കുറെ പേരാന്ന് വലിയ ഒന്നിന്റെ അവിടെ കൊണ്ടുപോയി തെള്ളിയിടാൻ നോക്കി. ദൈവേഷ്ടത്തിന് സമർപ്പിച്ചോണ്ടാ. സ്തോത്രം. ഇതൊക്കെയാ ഇപ്പൊ ആത്മീയ ഈ പവർ കോൺഫറൻസിനും ഫയർ മീറ്റിങ്ങിനും വിടുതൽ ശുശ്രൂഷയ്ക്കൊക്കെ ഭയങ്കര ആളായിരുന്നു. ദൈവത്തിന്റെ ഹിതമുള്ള വചനമെല്ലാം പറഞ്ഞപ്പോ എല്ലാരും പതുക്കെ പോയി 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 70 പേർക്ക് എനിക്കൊന്ന് കൗൺസിൽ മെമ്പേഴ്സ് ആയിരുന്നു തോന്നുന്നു, അതുങ്ങളും പോയി. അവസാനം എക്സിക്യൂട്ടീവ് ഒരു 12. അപ്പൊ ചോദിച്ചു നിങ്ങൾക്കും പോകാൻ? അന്നേരം പറഞ്ഞില്ലല്ലോ നിത്യവന്റെ മോടി നിന്റെ മക്കളാ. അവസാനം ഗതസേവനെ വെച്ച് അവരും മാറി. സെക്രട്ടറിയും പ്രസിഡന്റും ഒന്നും ഖജാൻജി ഒന്നും പൊടി പോലുമില്ല. പിന്നെ പത്രോസ് അകലും വിട്ടിയെ ഈ ദൈവഹിതത്തിന് സമർപ്പിക്കുമ്പോ അങ്ങനെ
സ്തോത്രം. പുസ്തകത്തിൽ ഒന്ന് തീ കായാൻ പോലും, ഇതൊക്കെ 2-3 കൊല്ലം നടന്നുകൊണ്ട് ഒന്ന് തീ കായാൻ പോലും ആ ബാല്യക്കാരുടെ മുന്നിൽ അവരാകിയത്. അവിടുത്തെ ഇഷ്ടത്തിനായിട്ടാ സമർപ്പിച്ചത്. എല്ലാരും പോയി, ഒരുത്തരുമില്ല. പക്ഷേ അവിടെ ഒരു ഇങ്ങനെ എഴുതിയേക്കുന്നത്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റണം, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഇഷ്ടം. അത് പറഞ്ഞു തീർന്ന ഉടനെ അടുത്ത വാക്യത്തിൽ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനിറങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാ, നീ ദൈവഗതത്തിനായി നിന്നെ ഒന്ന് സമർപ്പിച്ചാൽ, ഒരുപക്ഷെ ഭർത്താവ് കണ്ടെന്ന് വരികയില്ല, ഭാര്യ കണ്ടെന്ന് വരികയില്ല, മക്കള് കണ്ടെന്ന് വരികയില്ല, കൂട്ടായ്മക്കാരും എല്ലാം ചിലപ്പോൾ അങ്ങ് മാറിപ്പോകും. പക്ഷെ സ്വർഗം മറക്കത്തില്ല. സ്വർഗം നിന്നെ ഓർത്ത് നിന്നെ ശക്തീകരിക്കുവാൻ സ്വർഗം ദൂതനെ ഇറക്കി വിടും. ദൂതസഞ്ചയം എനിക്കു കാവലാക്കി തന്നു, ദൂതസഞ്ചയം എനിക്കു കാവലാക്കി തന്നു, ദൂതരേക്കാൾ ശ്രേഷ്ഠമായ സ്ഥാനം ദാനമായി തന്നതിനെയോർത്തു, ദാനമായി തന്നതിനെയോർത്തു. സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ. ഓ സ്തോത്രമേ സ്തോത്രമേ പ്രിയ യേശു രാജനെന്നും സ്തോത്രം പ്രിയ യേശു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് ദൈവഹിതത്തിനായിട്ട് നമ്മെ സമർപ്പിക്കണം. സ്തോത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വരണമല്ലോ. അപ്പൊ ഇസ്രായേൽ മക്കൾ കണ്ടമാനം അങ്ങ് നിർബന്ധിച്ച് ശടിച്ച് ഞങ്ങൾക്ക് ഒരു ഭയങ്കര ബഹളമാണ്. ഉപവാസം, പ്രതിഷേധ യോഗം. രാജാവിനെ തന്നില്ല, ഞങ്ങൾ ഇനി സ്തോത്രം പറയുകയല്ല. ചുണയുണ്ടെങ്കിൽ പറയിപ്പിക്കാമോ? ആരാധനയ്ക്ക് വരികയല്ല. വന്നാൽ തന്നെ ഞങ്ങൾ ഉഴപ്പും. അങ്ങ് നിർബന്ധ ബുദ്ധിയാ. സ്വോത്രകാഴ്ച ഇട്ടേച്ച് ഞങ്ങൾ തിരിച്ച് ചിലർ ഈ സ്വോത്രകാഴ്ച ഇട്ടേച്ച് പോകുന്ന പാസ്റ്റർ ഇടയാതിരിക്കാനാ അവനെ കൊടുത്തു. ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവർക്ക് പ്രഥമ രാജാവായി ഗോത്രത്തിൽ കീശിന്റെ മകൻ ശൗലിനെ കൊടുത്തു. അപ്പന്റെ കണ്ണിനെ തേടി പോയതാ. എതിർച്ചയാ ശമൂവേലിന്റെ അടുക്കൽ വന്നു. രാത്രി അവിടെ തങ്ങി. നേരം വെളുത്ത് ഭൃത്യനും ശൗലും കൂടെ പോയപ്പോൾ ശൗമേല് പറഞ്ഞു, ഭൃത്യനോട് മുമ്പേ പോകാൻ പറഞ്ഞു, നീ അവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് നിന്നോട് ദൈവത്തിന്റെ ആലോചന അറിയിപ്പാനോട്. സഹോദരിമാർ ഇന്ന് അല്പം കൂടുതലുള്ളത് കൊണ്ട് നിങ്ങളോടും ബന്ധപ്പെട്ടൊരു ചിന്ത ആ ഭാഗത്ത് നിന്ന് പറയാം. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ രാജാക്കന്മാര് ഏത് ഗോത്രത്തിൽ നിന്നാ വരേണ്ടത്? ഇസ്രായേലിനുള്ള ബന്ധത്തിൽ എവിടെ നിന്ന് വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലെന്നുള്ള ഒരു ചിന്താഗതിയാ നിങ്ങൾക്ക്. ഇതാദ്യം പറയായിരുന്നു ഇത്രയും സമയം പോകുമായിരുന്നു. വെറുതെ സമയം കളയാൻ. ഞാൻ കേട്ടില്ല. എനിക്കൊരു ഇച്ചിരി കേൾവി കുറവുണ്ട്. എന്നാ ഞാൻ ഇച്ചിരി കൂടെ അടുത്ത് നിൽക്കാം. അമ്മമ്മ ഇനിയും പറയണം. അപ്പോ ഈ രാജാക്കന്മാര് വരേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്.
കാരണം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള തിരുവെടുത്തുകൾ പഠിക്കുമ്പോൾ ഗോത്രപിതാവാകുന്ന യാക്കോബ് ഗോത്ര സമുച്ചയത്തെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു വരുന്ന കൂട്ടത്തിൽ കാര്യങ്ങൾ അരക്കിട്ട് പറയുന്നുണ്ട്. യഹൂദയോട് ബന്ധപ്പെട്ട് യഹൂദ എന്റെ ചെങ്കോലെന്ന. അപ്പോ യഹൂദയിൽ നിന്നാണ് രാജാക്കന്മാര് വരുവോളം ചെങ്കോല യഹൂദയെന്നും രാജതണ്ടവന്റെ കാലഘട്ട ഇടയിൽ നിന്ന് നീങ്ങിപ്പോകുകയല്ലെന്ന. അപ്പോൾ ഈ വാക്യത്തിന്റെ എല്ലാം വെളിച്ചത്തിൽ യഹൂദ ഗോത്രത്തിൽ നിന്ന് ആ രാജാവ് വരേണ്ടത്. പക്ഷെ ആദ്യം രാജാവ് വന്ന ഏത് ഗോത്രത്തിൽ നിന്നാണ്? ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന്. അതല്ല, യഹൂദയിൽ നിന്ന് വരാതെ ബെന്യാമീനിൽ നിന്ന് വന്നത്. ആട്ടെ, എന്നാലും എന്തെങ്കിലുമൊക്കെ പറയുന്നല്ലോ, വലിയ കാര്യം. ഒന്നും പറയാതിരിക്കുന്നില്ലല്ലോ. യഹൂദ ഗോത്രത്തിൽ നിന്ന് ആ രാജാവ് വരേണ്ടത്. പക്ഷെ വന്നത് ഏത് ഗോത്രത്തിൽ നിന്ന്? ആദ്യം ബെന്യാമീൻ. അതെന്താ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് ആദ്യം വന്നത്? എന്താ യഹൂദയിൽ നിന്ന് വരാതിരുന്നത്? രണ്ട് കാര്യവും അഭിവാചകം പോലെ പറയാം. എന്തുകൊണ്ടാണ് ഈ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വന്നത്? യഹൂദയിൽ നിന്ന് എന്തുകൊണ്ട് രാജാവ് വരാഞ്ഞതിന്റെ കാരണം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, യഹൂദ ഗോത്രത്തിൽ കൗലിടയൻ കയറി. കൗലിടയൻ എന്ന് പറഞ്ഞാൽ ശരിയായ നിലയിൽ ജനിച്ചതല്ല. ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, കൗലിടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10 തലമുറ പോലും ഇതിനകത്ത് പ്രവേശിക്കരുത്. വായിച്ചേ 23-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗം. കൗലിടയൻ യഹോവയുടെ സഭയിൽ കേറിയ വിധമെല്ലാം നിങ്ങൾക്ക് വേദപുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം. എവിടെ വെച്ചാൽ കൗലിടയ ഉണ്ടായെന്നും കാരണം എന്നാണ്. ഉൽപ്പത്തി 38-ാം അധ്യായം പഠിക്കുമ്പോൾ അക്കാലത്ത് യഹൂദ സഹോദരന്മാരെ വിട്ടുപോയെന്ന, അല്ലെങ്കിൽ 30 കളിച്ചാണ്. അവനും കെട്ടരുത്, വെറുതെ ആരെയും ചതിക്കരുത്. പറഞ്ഞ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോ അവനങ്ങ് മിക്കവാറും അവളെ കെട്ടുമ്പോ അവനങ്ങ് അവളും ശരിയല്ല, പിന്നെ എങ്ങനെ അവൻ വേണ്ട. അപ്പോൾ മൂന്നാമത്തെ ചെറുക്കന് ശേല, ഇവൻ പ്രായമായില്ല. അപ്പോൾ അമ്മാവിയപ്പനാകുന്ന യഹൂദ മരുമകളാകുന്ന താമറിനോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി നിൽക്കണം, വൈദവി വസ്ത്രമൊക്കെ ധരിച്ച്. ഏതായാലും 2 ചെറുക്കനെ 2 നീ തന്നെ കൊന്നത്, ഇനി ഒരുത്തനുണ്ട്, അവനെ. അങ്ങനെ മരുമകളാകുന്ന താമാറിനോട് അമ്മാവിയപ്പനാകുന്ന യഹൂദ ഒരൊടമ്പടി ചെയ്തു. എന്നാൽ ചില നാൾ കഴിഞ്ഞപ്പോൾ ഉടമ്പടി നിവർത്തിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ശേല പ്രാപ്തിയായിട്ടും, വായിച്ചേ മോളെ 38-14. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭർത്താവായിട്ട് കൊടുത്തില്ല എന്ന് അവൾ കണ്ടിട്ട് അവൾ വൈദവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു ഗോപുര തിമ്മിനയ്ക്ക് പോകുന്ന വഴിയരികെ എനയും പട്ടണത്തിന്റെ ഗോപുരത്തിന്റെ വാതിക്കലിന് മൂടുപടമൊക്കെ മൂടി പൊതച്ച് മരുമകളാകുന്ന താമാർ, എന്റെ ഭാഷ പറഞ്ഞ പമ്മിയിരിക്കുക. യഹൂദ ആടുകട രോമമെല്ലാം കത്തിരിച്ച് ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനയും പട്ടണത്തിന്റെ വാതിക്കൽ ഒരു സ്ത്രീ മൂടുപടമിട്ടിരിക്കുന്നു. ഈ സ്ത്രീയെ കണ്ട് അടുക്ക ചെന്ന് സംഭാഷിച്ച്, നിങ്ങൾ ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ അറിയാം, ഈ സ്ത്രീയുമായിട്ട് കൽപ്പനാലംഘനത്തിൽ അകപ്പെടുന്നതിന് മുമ്പ് അവൻ പറഞ്ഞു, അവള് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരാൻ പറഞ്ഞു. ഒന്നുമില്ല കയ്യില്. ആടിനെ തരാൻ പറഞ്ഞു, ആടില്ല. എന്നാ പണയം തരാൻ പറഞ്ഞു. അപ്പോൾ 3 സാധനങ്ങൾ പണയം കൊടുത്തു. മോതിരച്ചരട്, മുദ്രമോതിരം, വടി. ഈ 3 വസ്തുതകൾ പണയം കൊടുത്ത് മരുമകളാകണമെന്ന് അറിയാതെ കണ്ട് മരുമകളുമായി ആമ കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ആമ യഹൂദ തന്റെ വഴിക്കങ്ങ് പോയി. പിറ്റേന്ന് ആളിനെ വിട്ടപ്പം ആ സ്ത്രീ വിടില്ല. എന്നാ പോട്ടെന്ന് പറഞ്ഞങ്ങ് പോയി. ചുരുക്കി പറഞ്ഞ നാളുകൾ കഴിഞ്ഞു. മരുമകളാകുന്ന താമാർ ഗർഭവതിയായി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പൊതുസഭ ഒന്നിച്ചുകൂടി അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ പദ്ധതി കിട്ടും. യഹൂദായ അതിന്റെ അധ്യക്ഷൻ. അവള് നല്ല മിടുക്കിയായിരുന്നു. അവൾ ഈ മോതിരച്ചേരുടെ മുതിരമോതിരം മടിയൊക്കെ കൊണ്ടുവന്ന
സഭാകോടതി കൂടിയപ്പോഴേ അവിടെയും ഇതെല്ലാം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വിഷയം അങ്ങോട്ട് ചർച്ച ചെയ്തപ്പോൾ അവള് ഈ തെളിവ് മൂന്നും കാണിച്ചു. നമ്മൾ ഈ തെളിവുണ്ടെന്നും പറഞ്ഞിരിക്കുക ഇന്ന് വരെ കാണിച്ചിട്ടില്ലെന്നുള്ളതാണ്. താമാർ അങ്ങനല്ല, അവള് ഇത് തെളിവ് മൂന്നും ഇടയ്ക്കൊരു ഇരിക്കുന്ന നല്ലതാണ്. തെളിവുണ്ട് ഇടാന്ന് കാണിക്കേ. ഇവള് തെളിവ് കാണിച്ചു. മോതിരച്ചിരടും മുദ്രമോതിരവും വടി. അപ്പൊ യഹൂദ പറയുന്ന ഒരു പദമുണ്ട്, അവൾ എന്നിലും നീതിയുള്ളവളാണ്. അവൾ എന്നിലും. നമ്മൾ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നത് പോലൊന്നുമല്ല ദൈവത്തിന്റെ വഴി. നമ്മൾ നീതി ഇല്ലെന്ന് ചിന്തിക്കുന്നവർക്കായിരിക്കും നീതി. നമ്മൾ അശുദ്ധരെന്ന് എണ്ണുന്നവരായിരിക്കും ചിലപ്പം വിശുദ്ധർ. സ്തോത്രം. നമ്മൾ വിശുദ്ധരെന്ന് എണ്ണുന്നവരായിരിക്കും അശുദ്ധർ. നമുക്കറിയത്തില്ല, അതൊക്കെ ദൈവമാ വിധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദ പറയുന്ന പദമുണ്ട്, ഞാൻ കണ്ടമാനം സ്തോത്രം സ്തുതിയൊക്കെ പറയുന്ന ആളാ, പക്ഷെ എന്നിലും നീതിയുള്ളവള് അവളാന്ന് പറഞ്ഞു. എന്തിനേറെ അങ്ങനെ യഹൂദയ്ക്ക് തന്റെ മരുമകളാകുന്ന താമാറിനാൽ സന്തതികൾ ജനിച്ചു. അങ്ങനെ യഹൂദ ഗോത്രത്തിൽ കൗലടയം കേറി. കൗലടയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് 10 തലമുറ. യഹൂദ ഗോത്രത്തിൽ ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായത്തിന്റെ വെളിച്ചത്തിൽ കൗലടയൻ കേറിപ്പോയത് കൊണ്ട് ഇനി ആ ഗോത്രത്തിൽ നിന്ന് രാജാവ് 330 കൊല്ലം കഴിഞ്ഞേ വരാവും. അതിനായി ശൗല് 2 കൊല്ലമേ ഒരുമാതിരി ചൊവ്വനെ ഭരിച്ചോളെങ്കിലും പിന്നെ 38 കൂടെ തികച്ചത് മറ്റേ 330 ക്ലിയർ ആകാൻ വേണ്ടിയാണ്. അല്ല, പുള്ളി കൃപയുണ്ടായിട്ടൊന്നും ഇരുത്തിയതല്ല. നമ്മൾ ഓർക്കും അപ്പച്ചന് ഭയങ്കര കൃപയുള്ളതുകൊണ്ട് അപ്പച്ചനെ ശൗലപ്പച്ചനെ അല്ലല്ല, ശൗലപ്പച്ചനെ ഇരുത്തിയ മറ്റേ 333 വർഷം തികയ്ക്കണം. ഏതായാലും മെനക്കേടായ, എന്നാ പിന്നെ മെനക്കേടായിട്ടിരിക്കട്ടെ എന്ന് ഓർത്തിരുത്തിയതാണ്. അപ്പൊ യഹൂദ ഗോത്രത്തിൽ നിന്ന് രാജാവ് വരാതിരിക്കാൻ കാരണം ഈ ഗോത്രത്തിൽ കൗലടയം കയറി. അതുകൊണ്ട് ആ ഗോത്രത്തിൽ നിന്ന് വരാനൊക്കത്തില്ല. പക്ഷെ ആദ്യത്തെ രാജാവ് ഏത് ഗോത്രത്തിൽ നിന്ന് വന്നു? ബെന്യാമീൻ ഗോത്രം. അതിനെ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വരാൻ കാരണം ഗോത്രങ്ങൾ കിടപ്പുണ്ട്. രൂപം കിടക്കുന്ന ശിവയോൻ ഗോത്രത്തിൽ നിന്ന് ഒരു രാജാവ് വന്നു. പറഞ്ഞു തെറ്റാന്ന് ഞാൻ തിരുത്താം, ശരിയാണെങ്കിൽ നമുക്ക് യോജിച്ച് ശുശ്രൂഷിക്കാം. എന്തായാലും വേദപുസ്തകമൊക്കെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട്. അപ്പോൾ ഈ ബെന്യാമീൻ ഗോത്രത്തിന്റെ രാജാവ് വരാനുള്ളതിന്റെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഈ ഗോത്രത്തിൽ നിന്ന് രാജാവിനെ കൊണ്ടുവന്നത്. വേദപുസ്തകം വായിക്കുന്ന നിങ്ങൾക്കറിയാം, ഈ റേച്ചലമ്മ ചേഴുത്തിയോട് അത്ര വലിയ തൃപ്തിയൊന്നും അല്ല. ചേഴുത്തി ആരാ? ഉറക്കെ പറ. ലേയാമ്മയോട് റേച്ചലമ്മയുടെ കണ്ണൊക്കെ നല്ലതാണ്. അപ്പൊ അമ്മാമ്മ കുറച്ചുകൂടെ മിടുക്കിയ. അതിന്റെ ഒരു ഹുങ്ക് അമ്മാമ്മയ്ക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്, റാഗേല് മരുക്കമില്ലാത്ത പശുക്കിടാവെന്ന. ഈ കിടാവിനെ വളർത്തിയിട്ടുള്ളവർക്കും വീട്ടിൽ കന്നുകാലിയൊക്കെ ഉള്ളവർക്കറിയാം, അത്യാവശ്യമായിട്ട് ഈ കിടാവിന് ചെറുപ്പത്തിലെ മൂക്ക് കയറിടണം. ഇടമ്പനുണ്ടേലും ഇടമ്പനില്ലേലും പിന്നെ അതിടണം. അത് ഇടാൻ അറിയാവുന്നൊരു സൂചി കൊണ്ടുവന്ന്, പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും, ഈ മൂക്ക് കയറില്ലാത്ത ഒത്തിരി എണ്ണം പെന്തിക്കോസിലുണ്ട്. നമ്മുടെ മൂക്കിനേക്കാളും മുഴുത്തതാ കിടാവിന്റെ മൂക്ക്. എന്നാ പിന്നെ കുത്തിക്കയറ്റിയാക്കാം. എന്തിനാ മോളെ മൂക്ക്? അതാ, എന്തേലും ഇടമ്പനാന്ന് കണ്ടാൽ ഒരു വലി വലിച്ചാൽ ഇങ്ങനെ നിൽക്കും, അവിടെ നിൽക്കും. സ്തോത്രം. ഇപ്പൊ കൂടുതലും
ഡിവോഴ്സ് കേസുകൾ ഇഷ്ടം പോലെ. ജോലിയാണോ, കല്യാണം കഴിഞ്ഞു, എത്ര വയസ്സുണ്ട്, പൊതുവി പറഞ്ഞോട്ടെ. ആ, കുട്ടികളുണ്ടോ? ആട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പേരെന്തുവാ? ജിന്നുവില്ലല്ലോ. ഹസ്ബൻഡ് ഉണ്ടോ ഇവിടെ? ചേച്ചി വന്ന് 2 മണിക്കൂറല്ലേ, 1 മാസം കൊണ്ട് കൗൺസിലിംഗ്. അതിൽ ആണ് അമ്മയുടെ 20 വർഷത്തെ കൗൺസിലിംഗ്. വേണ്ടേ? നിന്നെ വിടുക. അവിടെ അഭിപ്രായ വ്യത്യാസവും പിണക്കവും ഉണ്ടായിട്ടോ, കല്യാണം കഴിച്ചു ചെല്ലുന്ന വീട്ടിൽ അഭിപ്രായ വ്യത്യാസമോ അസ്വസ്ഥതയോ ഉണ്ടായിട്ട് 1 ദിവസം ഇവിടെ വന്ന് നിൽക്കാന്ന് നീ സന്തോഷത്തോടെങ്കിൽ അവനെയും അവരുടെ അനുമാനത്തോടെ 1-2 ദിവസം ഇവിടെ വന്ന് നിൽക്കാം. അവിടെ പിണങ്ങിയോ ഉഴപ്പിയേച്ച് ഇവിടെ വന്ന് നിൽക്കാൻ. ഇത് ഇന്ന ചില അമ്മമാര് പറഞ്ഞ എന്തുവാടി, എൻ്റെ അമ്മ എനിക്ക് തമ്പിനെ അങ്ങോട്ട് വിടാം, അവന്റെ ഓട്ടോയിൽ ഇങ്ങോട്ട്. ഇവന്റെ ഓട്ടോയിൽ പണ്ടൊന്ന് കറങ്ങിയതാ. മനസ്സിലാകാരിയാണോ അതോ ഒത്തോട്ടെന്നെ ആക്കുകയാണോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അമ്മയുടെ കൗൺസിലിംഗ് ആണ് ഏറ്റവും വലുത്. പെൺകുഞ്ഞെ പ്രായമായി വരുമ്പോൾ കൊച്ചിലെ തന്നെ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത അമ്മ ഒരു കുഴപ്പവും വരികയല്ല. അപ്പനൊന്ന് മോന് കൗൺസിലിംഗ് കൊടുത്തേ. ചില അമ്മമാര് പറയാനുണ്ട്, അപ്പന്മാരും ഒക്കെ പറയാറുണ്ട്, പിന്നെ മോളെ അനുസരിക്കുന്നില്ല. 18 വയസ്സിൽ മേളിൽ നിന്ന് വീണാന്നോ മോൾ? ശബ്ദം കേട്ട് നോക്കാം, ഓട് പൊളിച്ച് ഒരു സാധനം നോക്കിയപ്പോ ഒരു പെങ്കൊച്ച്, അങ്ങനെ കിട്ടിയതാണോ? പിന്നെ നിന്റെ വയറ്റിൽ നിന്നല്ലേ കൊച്ചു വന്നേ? വയറ്റിൽ കിടന്ന് 9 പഴയ കണക്ക 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക. ഇപ്പൊ അതിൽ കൂടുതൽ വലിയ കൗണ്ട്. പ്രസവിച്ച് കഴിഞ്ഞ് ചേർന്ന് കിടന്നതല്ലേ കൊച്ചൻ? കൈത്തണ്ടേ കിടന്നല്ലേ വളർന്നത്? അന്നേരം മുതലാ കൗൺസിലിംഗ് നടക്കേണ്ടത്. അല്ല കല്യാണത്തിന്റെ തലയാഴ്ച പെട്ടെന്ന് കൗൺസിലിംഗ് എടുക്കാൻ സാറ് അയാളുടെ ഭാര്യ വണങ്ങിപ്പോട്ട് 5 കൊല്ലമായി. അയാളാ കൗൺസിലിംഗ് വേണമെന്ന്. നമ്മൾ എങ്ങനെ കുടുംബജീവിതം നയിക്കണം? ഞാൻ ഈ ഇടയ്ക്ക് 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. വിരോധം വല്ലതും ഉണ്ടോ? ചില കത്തറ സന്തോഷം വരുന്നില്ല. സ്തോത്രം. ആട്ടെ, നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ ഈ റാഹേല് ഒരല്പ അഹങ്കാരം ഉണ്ടായിരുന്നു. അഹങ്കാരമായിരുന്നു, ഒരു ചെറിയ അഹങ്കാരവും എന്തുവാ ഒരു പിടിവാശി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭീഷണിയൊക്കെ ഉണ്ട്. നിങ്ങൾ ചോദിക്കും അതങ്ങനെ പറയാം. ഒരിക്കൽ ലേയായിക്ക് പിള്ളേര് 4 എണ്ണം ഉണ്ടായി. രൂബേനും ശിമിയോനും ലേവിയും യഹൂദയും. റാഹേലിന് പിള്ളേരില്ല. സൗന്ദര്യമൊക്കെ ഉണ്ട്, പക്ഷെ കൊച്ചുങ്ങളില്ല. അപ്പൊ ഇവക്ക് ചേടത്തിക്ക് പിള്ളേരും ഉണ്ടായി. നല്ല കലാപൂലി പോലുള്ള 4 ആൺപിള്ളേര്. ഇവക്ക് കൊച്ചുങ്ങളും ഉണ്ടാകുന്നില്ല. ചേടത്തി കണ്ണത്ര നല്ലതില് കൊച്ചുങ്ങൾ 4 ആയി. ഇതെല്ലാം കൂടെ കണ്ട അഹങ്കാരവും അസ്വസ്ഥത ഞാൻ കേട്ടി. ഇവള് ജേക്കബിനോട് പറഞ്ഞു, നീ എനിക്ക് കൊച്ചിനെ തന്നില്ല ഞാൻ ചാവുമെന്ന്. ആത്മഹത്യ കാണിച്ചു തരാം. അങ്ങനെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്ന ചില സ്ത്രീകളുണ്ട്. കുടുംബത്തിൽ പിറന്നവരും ആഢ്യത്വമുള്ളവരും പക്വതയുള്ളവരും ദൈവഭയമുള്ളവരും ദൈവകൃപയുള്ളവരാരും അത് ചെയ്യത്തില്ല. ഇത് ഭീഷണി. അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ചില സ്ത്രീകള് അകത്തോട്ട് കയറി കഥക് വലിച്ചടച്ചു. കഥകിന് കുത്തിയിട്ട് അനക്കവുമില്ല. അവൻ വെളിയിരിക്കുക, അന്തം വിട്ടിരിക്കുക. കാണിച്ചു തരാനും പറഞ്ഞ അകത്തോട്ട് കയറിയേക്കുന്നത്. അവൻ കഥകിന്റെ വിളിക്കുന്നു, മോളി 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 മോളി. രാത്രി ആരുമില്ല, നട്ടപ്പാതിരേക്ക് ആരോട് പറയാൻ? ഇത് എന്ന് ആരോടും പറയാൻ പറ്റുമോ? പാസ്റ്ററെ വിളിച്ച് പറയാൻ പറ്റുമോ? സെക്രട്ടറിയെ വിളിച്ച് നല്ല ഏലായി. കമ്മിറ്റിക്കാരെ വന്ന പിന്നെ മനോരമയിലോട്ട് പോയി പറഞ്ഞാ പോരെ?
ബന്ധുക്കാരോട് പറയാൻ പറ്റുമോ? അവരാണ് അതപ്പതന്നെ നോക്കിയിരിക്കുക ചിലരെ. ആരോട് പറയും? കൂട്ടുകാരോട് പറയാൻ പറ്റുമോ? അവൻ ഫേസ്ബുക്കിനകത്ത് ഇടും, സാങ്കുട്ടി വളരെ പ്രതിസന്ധി കൂടെ പോകുന്ന എല്ലാവരും സാങ്കുട്ടി കണ്ട് ഈ മുതുപാതിരായ്ക്ക് തന്നെ തുരുതിരാന്ന് ഗോള് വരും. സാങ്കുട്ടി എന്നാടാ വിഷയമെന്ന് പറയാൻ പറ്റുമോ? അവള് കഥ കയറി കുറ്റിയിട്ട് ചകത്ത് മിണ്ടുന്നില്ലെന്ന് നടക്കുന്ന കാര്യമായി പറയാൻ. അവൻ കിടന്ന് വെപ്രാളപ്പെടുക, കരക മുട്ടിട്ട് അനക്കല്ല, ജനലും എല്ലാം അടച്ചോ, അനക്കവുമില്ല. ഒരു മനുഷ്യന്റെ വെപ്രാളം ഉണ്ടാകുകയല്ലേ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കൂടുതൽ സംഭരണവും സത്യമൊക്കെ തെളിഞ്ഞു വരുമ്പോ അവൻ പരുവക്കാടാകും മിക്കടത്ത് പോയി. തീ തിന്നായിരിക്കും ചിലപ്പോ നേരം വെളുപ്പിക്കുന്നത്. അവള് കഥ കൂട്ടിയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക, തീ തിന്നുക. അങ്ങനെ ഭീഷണി മുടക്കുന്ന ചിലരുണ്ട്. എല്ലാരും അല്ല, നല്ല സ്ത്രീകള് മാനിക്കപ്പെട്ടവരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. റാഹേല് ഭീഷണി മുടക്കി. സ്തോത്രം. നീ സാരമൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. എന്റെ നിങ്ങളുടെ എല്ലാവരുടെയും നിന്റെ വാക്കിൽ പിടിക്കും. ഞാൻ കേറി പറയാം, നിങ്ങൾ വചനം അറിയാവുന്നുണ്ടാ. നീ എനിക്ക് മക്കളെ തന്നില്ല, ഞാൻ ചാകും. ദൈവം അത് കേട്ടു. നാളുകൾ കഴിഞ്ഞു, പ്രസവത്തോടു കൂടി മരിച്ചു. കൊച്ചിനെ ദൈവം കൊടുത്തു. ചാകുവെന്നല്ലേ നീ പറഞ്ഞ? ചത്തോളാൻ പറഞ്ഞു. സ്തോത്രം. ഞാനും നിങ്ങളും എല്ലാം സംസാരിക്കുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. അന്നേരത്തെ ബുദ്ധിമുട്ട് കൊണ്ടോ സന്ദർഭം കൊണ്ടോ ആ വിഷയത്തിന്റെ കാഠിന്യം കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ചിലതൊക്കെ വിളിച്ചു പോകുന്നത്. പക്ഷെ ചില സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാരെ അതിന് പ്രാരാബ്ദം കൂടുമ്പോ, എന്റെ അമ്മാമ്മ എനിക്ക് ജീവിക്കണമെന്നേ. ആ പരുവക്കളെല്ലാം തെയ്യം മാറ്റി മോനെ കാനഡ വിട്ട് മോള് ലണ്ടനിൽ പോയി, പഴയ വീടും എല്ലാം മാറി പുതിയ വീടുമൊക്കെ വണ്ടിയായില്ല. ഇപ്പൊ അമ്മാമ്മ, ഞാൻ ഉദാഹരണമായി പറയുന്നത്, ൊക്കെ ശ്രദ്ധിച്ചോണം. എന്തെങ്കിലും 100 പേരെങ്കിലും കാണുമായിരിക്കും. 19 പേരുണ്ടോ? ആ, സ്തോത്രം. അവർ ദൈവം ഇഷ്ടപ്പെടാത്തൊരു വലിയ പാപമാ പിറുപിറുപ്പ്. അത് ദൈവത്തിനല്ല, അത് ദൈവത്തിന് ഇഷ്ടമാണ്. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശവര നീ അത്ര രക്ഷാസ്ഥാനം. പരപരമേശവരമരുളീശ. നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ഇയ്യോബ് അനുതപിച്ചെന്ന് 42-ാം അധ്യായത്തിലുണ്ട്. അനുതപിച്ചു. ഭക്തനും നിർമ്മലനും നിഷ്കളങ്കനും നേരുള്ളവനൊക്കെ, പക്ഷെ അനുതപിച്ചു. കാരണം ഇടയ്ക്ക് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ജന്മദിവസത്തെ ശപിച്ചു. ഞാൻ ജനിച്ച ആ രാത്രി ഇല്ലാതിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തിനാ എന്റെ അമ്മ എന്നെ, ഇതൊക്കെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞു. ചില ആൾക്കാർ, എന്റെ അമ്മാമ്മ, ഞാൻ ഈ കുടുംബത്തിൽ ജനിക്കേണ്ട ആളെ പിന്നെ എവിടെ ജനിക്കേണ്ടതാ? മണർകാട് പാപ്പന്റെ വീട്ടിലോ? അയ്യോ, ഞാൻ ഈ കുടുംബത്തിൽ ജനിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ മുരിക്കനുണ്ട്, മങ്കമ്പി പട്ടര് ഉണ്ട്, ചാലേ പണിക്കര് എല്ലാം വലിയ ധനാഢ്യന്മാരാ. ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ജനിക്കേണ്ടത്. ഞാൻ ചാലേ പോയി ജനിച്ചാൽ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ ഒക്കുകയല്ല. എൻ്റെ അമ്മയുടെ പേര് കുഞ്ഞമ്മ, അപ്പൻ്റെ പേര് കുട്ടപ്പ. അവർക്കാ ഞാൻ ജനിക്കേണ്ട, ഞാൻ അവർക്ക് തന്നെ ജനിച്ചു. ഞങ്ങളുടെ വീട്ടിലാ ഞാൻ ജനിക്കേണ്ട. അതിനായിട്ട് സ്തോത്രം. ഇത് ലോകത്തിന് വന്നാലൊരു സന്തോഷത്തിലോ, അമ്മ ഞാൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടതല്ലായിരുന്നു. പിന്നെ എവിടാ? ബക്കിംഗ്ഹാം പാലസിലാണോ?
ഞാൻ വിക്ടോറിയ രാജ്ഞിയുടെ ചേട്ടത്തിയായിട്ട് ജനിക്കേണ്ടത്. അവന് ഞാൻ ഈ പരുത്തിമൂട്ട് വന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചോണം. നിന്നെ പറ്റി ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പൗലോസ് പറഞ്ഞു. അവന്റെ വിളിയാനുള്ള ആശ ഇന്നു നിന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നു നിന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തികളുടെ അളവറ്റ വലിപ്പം ഇന്നു നിന്നും അവൻ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. റാഗേല് അഹങ്കാരത്തിന്റെ ദൃഷ്ടാന്തമായിട്ടായി സംസാരമൊക്കെ എല്ലാം അങ്ങനെ സംസാരിക്കാം. ഭർത്താവിനോട് കൊച്ചിനെ തന്നില്ല, ഞാൻ കാണിച്ചു തരാം ആവുമെന്ന്. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്താണെന്നോ റയിച്ചല്ലേ, നീ എനിക്ക് വൈപ്പറാന്ന്. പുള്ളി പിന്നെ അങ്ങ് താഴില്ല. അട്ടെ, ഞാൻ ആ ഭാഗത്തോട്ട് വരിക. അപ്പൊ അഹങ്കാരം, കടുംപിടുത്തം, പിടിവാശി, നെകളം, സൗന്ദര്യമൊക്കെ ഉണ്ടല്ലോ. സൗന്ദര്യത്തിലൊന്നും നെകളിക്കരുത്, പുഴു പോലെ ക്ഷയിക്കുന്നതാണ്. ധനം, അതിനും നെകളിക്കരുത്. നല്ലൊരു പനിക്കില്ല ഇപ്പോഴത്തെ കാശ്. ഇപ്പൊ ഈ ആശുപത്രിയൊക്കെ വലിയ ബിസിനസ് ആയതുകൊണ്ട് നമ്മളൊരു മൂക്കടപ്പനി എന്ന് തന്നെ പറഞ്ഞ ബ്ലഡ് പരിശോധിക്കണം, അസ്ഥിയുടെ ഒരു മൂക്കടപ്പനി എന്നതിനാ. പിന്നെ മൂക്കിന്റെ പാലത്തിന്റെ ചെറിയ വളവ് പോലെ തോന്നുന്നു. അതിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, ഞാൻ തന്നെയാ. പിന്നെ എത്രയും പെട്ടെന്ന് ആളിനെ വിളിച്ചു വരുത്തണം. അതിന് ഐശ്വര്യോട്ട് കയറ്റുക. അയ്യോ, നടന്ന് നമ്മളങ്ങോട്ട് ചെന്നതാണ്. കാരണം ഇത് കുറച്ച് നാളായിട്ട് പണിതിട്ടിരിക്കുക, ആരും കയറാനില്ലാതെ. അന്നേരം നമ്മളങ്ങോട്ട് എഴുന്നള്ളിയത്. സ്തോത്രം. ഒരു ചെറിയ ചുരുക്കി പറഞ്ഞാൽ ഒരു ആവി പിടിച്ചാൽ തീരാനുള്ള കേസേ ഉള്ളൂ. അന്നേരം അവിടെ ചെന്നപ്പോൾ അങ്ങാടി വരുന്ന കുറിക്കും പോലെ ലിസ്റ്റ് തന്നിരിക്കുക. ഇതെല്ലാം പോയി പരിശോധിച്ചേച്ച് വരാം. 3500 രൂപ. ആ പനിക്കൂർക്കട 2 ഇലയും തുളസിയുടെ ഇലയും ഉണ്ട്, ഒരു 500 വേണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഇരിക്കനുസരിച്ച് നല്ല കട്ടൻ കാപ്പി കുരുമുളകും കൂടി ഇട്ടെ. അത് തീരാനുള്ളത് ബിസിനസ്സാണ്. അതാ ഞാൻ പറഞ്ഞ അതൊരു നല്ല വഴിക്കില്ല ഇപ്പോഴത്തെ രീതി അനുസരിച്ച്. സൗന്ദര്യം പുഴുപോലെ ക്ഷയിക്കുന്നതാണ്. ആൾബലം അധികം ആളല്ല. ഞാൻ പറഞ്ഞ് 2 പേരുള്ളതിലും പ്രസംഗിക്കാം. ഈയോടി ആരും ഇല്ലാതെ പ്രസംഗിച്ചല്ലോ കോവിഡിന്റെ സമയത്ത്. ഒരു കുഞ്ഞുങ്ങളിലും മരുന്നങ്ങ് പ്രസംഗിക്കാം. പാസ്റ്റർമാരില്ല. നമ്മൾ ഇന്ന് ഒരു ഭിത്തി മാത്രമല്ലാതെ വേറൊന്നുമില്ല. അല്ലേ? ഒരു കുഞ്ഞുങ്ങളെ പോലും അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇത് വലിയ മഹായോഗം നടക്കുക. പേരിനൊരു അച്ചായനും, ആകെ 3 പേര്, വെറും 3 പേര്, 2 അമ്മാമ്മമാരും ഒരു അച്ചായനും. പുള്ളി വലിയ ചല്ലി വന്ന് വലിയൊരു മൂലയിൽ ഇങ്ങനെ പമ്മിയിരിക്കുക. പക്ഷെ ഈ തള്ളമാര് 2 നല്ല തള്ളയായിരുന്നു. 4 പേരേ ഉള്ളു. എന്നാ യോഗമായിരുന്നെന്നറിയാവോ? വാക്യം പറയുമ്പോ അമ്മാമ്മ നല്ല ചാടി 2 എണ്ണവും ഒരു പാട്ടൊക്കെ. 2നും പാട്ട് ഞാൻ ഏത് പാട്ട് പാടിയാലും തള്ളമാര് കയറി പാടും. എനിക്കും സന്തോഷമായി. 2-2.5 മണിക്കൂർ നല്ല ഒന്നാം തരം പൊരിഞ്ഞ യോഗം. ഇങ്ങനൊന്നും അല്ലിരുന്നത്. നല്ല ആളൊന്നും അധികം വേണ്ടെന്ന്, ഒരെണ്ണം മതി. വചനത്തിന് ശക്തി ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇത് സന്ധ്യമറ്റകളെ വേർപിടിക്കും വരെ തുളച്ചികൾ എന്ന വചനമാ. ഈ വായുതലകളുടെ വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാ. ഈ വചനം നിന്നെ സൗഖ്യമാക്കുന്ന വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. നിന്നെ ബലപ്പെടുത്തുന്ന വചനമാ. വചനത്തിന്റെ ശക്തിയാൽ, വചനത്തിന്റെ ഏടത്തിൽ
ദൈവശക്തി, ദൈവശക്തി, വാചനത്തിന്റെ ശക്തി, വാചനത്തിന്റെ ശക്തി, വാചനത്തിന്റെ ശക്തി. ദൈവത്തിന് മഹത്വം, 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 മഹത്വം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Praise to Jesus. കരമുയർത്തി ഹല്ലേലൂയ പാടാം. അപ്പൊ റാഹേലിന് അല്പം അഹങ്കാരി, ബെന്യാമീൻ ഗോത്രത്തിന്റെ രാജാവ് വരാൻ കാര്യമായി പറഞ്ഞു വരുന്നത്. അല്പ പിടിവാശിയും തന്റെ ഇടവും സാമർത്ഥ്യവും ഒരു ഹുങ്കും തണ്ടും. അപ്പം ഇടയ്ക്കത്തെ ഭാഗം വിവരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നല്ല തിട്ടമാണ്. ജേക്കബ് ഈ വീട്ടിൽ ചെന്നു, കല്യാണമെല്ലാം നടന്നു, ദൈവത്തിന് മഹത്വം. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ അളിയന്മാരുടെ സംസാരം അത്ര നല്ലതല്ല. അമ്മായിയപ്പൻ്റെ മുഖത്തോട് നോക്കിയപ്പം മോന്ത അത്ര നല്ലതുപോലൊന്നും അല്ല. അപ്പം ജേക്കബ് മനസ്സിലായി, ഇവരെല്ലാം ഈ വെറുതെ സ്തോത്രവും പ്രൈസ്തലോട് പറയാ, ഹൃദയത്തിലൊന്നും വലിയ താല്പര്യം. അത് നമ്മുടെ ആൾക്കാർ പ്രൈസ് ടോർപ്പിട വെച്ചാ സുഖമായിട്ടിരിക്കുന്നില്ല. അസ്വസ്ഥത മുഴുവൻ ഉണ്ടാക്കി വെച്ചാ ചോദിക്കുന്നത്. സുഖമായിട്ടിരിക്കുന്നില്ല. വരാവുന്ന സൂക്കേട് മുഴുവൻ മരുത്തി വെച്ചേച്ചാ. അപ്പൊ ജേക്കബിന് മനസ്സിലായി സംസാരം നല്ലതല്ല, മുഖമൊന്നും. അപ്പോൾ ജേക്കബ് മനസ്സിലായി ഇനി ഇവിടെ നിന്ന പരുവക്കേടാ. നമ്മുടെ പഴമക്കാർ പറയില്ല, സ്വരം നല്ലപ്പോളെ പാട്ട് നിർത്തിയാക്കാം. ജേക്കബ് വയലിലേക്ക് പോയിച്ച് റേച്ചലമ്മാമയും ലേയമ്മാമയും എല്ലാം വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. ഇപ്പം പെണ്ണുങ്ങൾ പറഞ്ഞു, ഇങ്ങേര് പോയിട്ട് ഇനി ഞങ്ങൾ ഇവിടെ നിന്നിട്ട് എടുക്കാൻ, ഞങ്ങളും വരുവാന്ന് പറഞ്ഞു. എന്നാൽ നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് പോയേക്കാം. പിള്ളേരെ എല്ലാം കൂട്ടി ലാബാന്റെ വീട് വിട്ട് യാക്കോബും കുടുംബവും അവിടുന്ന് യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ട് ഇവരിഞ്ഞ് പോന്നു. പോന്ന പോക്കിന് റേച്ചലമ്മാമ്മ കലാപരമായിട്ട് ഒരു മോഷണം നടത്തി. മോഷണം ഒരു കലയാ കേട്ടോ, നമ്മൾ ചെയ്ത ഒക്കത്തില്ല. ഒക്കുവോ? ഒക്കത്തില്ല. ഒരു തന്റെ പോക്കറ്റ് അവൻ അറിയാതെ ബ്ലേഡ് കൊണ്ട് വളരെ നന്നായിട്ട് കീറി ആ പോക്കറ്റ് ഇരിക്കുന്ന പേഴ്സ് ഇവന്റെ പോക്കറ്റിലാക്കി മറ്റവനൊട്ട് അറിഞ്ഞുമില്ല. അത് വളരെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോറരുത്. കലാപരമായിട്ട് മോശം ഒരു കലയാ. ഇന്നാൾ കണ്ടില്ല അന്ന് പേപ്പർ, പണ്ട് ബെണ്ടിച്ചോ കലാപരമായിട്ട് അവൻ തിരുവനന്തപുരത്ത് ഏറിയ പേപ്പറൊന്നും വരുത്തുന്നില്ലേ. മോഷണം ഒരു കലയാ. അതെ, വലിയ വലിയ മന്ത്രിമാരും ഒക്കെ കലാപരമായിട്ട് മോട്ടിക്കുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? യൂടാ ഇന്നൊരു മോഷ്ടാവിനെ പിടിച്ചു, 8,000 ചില്ലുവാനും രൂപ അവൻ എടുത്ത് ആറ്റി ചാടി. പാവം. രാവിലെ പേപ്പർ വായിച്ചല്ലേ? ഇന്നത്തെ പേപ്പറില്ല. എന്താ മത്തായിയോ? അതെ, പിന്നെ ഈ കാരിക്കുഴിക്കാരന് എടത്തുവാ തലവടി. നമുക്ക് പരിചയം വല്ലതും ഉണ്ടോ? പേപ്പർ വായിച്ചതാ. വാർത്ത ഉണ്ടായിരുന്നോ? ഞാൻ പേപ്പറാ വായിച്ചത്. അമ്പലത്തിലെ എല്ലാം നേർച്ചപ്പെട്ട് കുത്തി തുറന്നെടുക്കുക പുള്ളിയുടെ മോശം ഇട്ട്. അന്നേരം ഓടിച്ചിട്ടപ്പം അയാളെടുത്ത് ആറ്റിച്ചാടി. പോലീസുകാർ വള്ളത്തെ ചെന്ന് പിടിച്ചു. എല്ലാം കൂടെ നോക്കിയപ്പോ 8,000 ചില്ലുവാനും രൂപ. 8 കോടി മോട്ടിച്ചവൻ ഇപ്പോഴും ഇമ്പാല കാറ നടക്കുക. അയാൾ 8,000 മോട്ടിച്ച് ആറ്റിച്ചാടി. മറ്റവൻ 8 കോടി മോട്ടിച്ചിട്ട്
അത് നമ്മളെ കൊണ്ട് പോകും. നമ്മൾ 5 രൂപ അഥവാ മോട്ടിച്ചാൽ തന്നെ നമ്മുടെ കൈയും കാലും വിറയ്ക്കും. ചുമ്മാ പോകുന്നതിനെ കാണുമ്പോൾ നമുക്ക് പ്രാളാവാൻ നമ്മളെ പിടിക്കാൻ വരുവാന്ന്. മറ്റവൻ 8 കോടി മോട്ടിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ലാതെ, അത് കലയാ. മോഷണം എന്നെ കൊണ്ടൊക്കെ നിങ്ങളെ കൊണ്ടൊക്കെ അയ്യോ ഒക്കത്തില്ല. ഒക്കുമെന്നാന്ന് പറഞ്ഞേ. അമ്മമ്മയ്ക്കൊക്കെ ഇല്ല, നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. ഒരു സ്തോത്രം പോലും ഒക്കുന്നില്ല. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, റാഹേല് വളരെ കലാപരമായിട്ട് അപ്പന്റെ ഗൃഹബിംബം മോഷ്ടിച്ച് ഒട്ടകക്കോപ്പിനകത്തിട്ട്, എന്ത് കലാപരമായിട്ടാണ്, ഒട്ടകക്കോപ്പിനകത്തിട്ട് ഭർത്താവ് ജേക്കബ് പോലും അറിഞ്ഞു, ആങ്ങളമാരും അപ്പനും ഒന്നും അറിഞ്ഞില്ല. എന്ത് നയപരമായി കലാപരമായി മോഷ്ടിച്ച് ഒട്ടകക്കോപ്പിനകത്തിട്ട് യാക്കോബിന്റെ കൂടെ റൈച്ചൽ അമ്മാമ്മയും ഓൾ നൈറ്റ് പറഞ്ഞൊക്കെ അമ്മാമ്മയും ഉണ്ടായിരുന്നു. അമ്മാമ്മ ഇരുന്നില്ലെന്നേ ഉള്ളൂ. അമ്മാമ്മയും പാട്ട് പാടി തമ്പേറും ടാമറും ഒക്കെ അടിച്ച മോക്ഷയാത്ര ഞാൻ നടപ്പത്. അപ്പൊ ഈ ഒട്ടോക്കോ പോന്നിങ്ങനെ അടിക്കും പുറത്തോട്ട്. എന്ന് വെച്ചാൽ അമ്മാമ്മ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അത് ഞങ്ങൾ അമേരിക്ക പോയപ്പം കൊണ്ടുവന്നൊരു ഞാൻ നട ബിംബം പഠിക്കുന്നതാണ് തള്ളക്കിട്ടത്. കലാപരമായിട്ടല്ലേ, ആരും അറിഞ്ഞില്ല. യാക്കോബ് ഓടിപ്പോയിന്ന് ലാബാൻ അറിവ് കിട്ടി. 2-3 ദിവസം കഴിഞ്ഞപ്പോ അയാൾ ആദ്യം ഓർത്ത് പോകുന്ന ഞങ്ങൾ പോട്ടെ, ഓടിച്ചു വിടാനിരുന്നാലും തന്നെ അങ്ങ് പോയില്ല, അത് വലിയ കാര്യം. യാക്കോബ് പോയി കഴിഞ്ഞപ്പോ ഇയാൾ കൂടാരമെല്ലാം കൂടെ പരതിയപ്പോൾ ഗൃഹബിംബമില്ല. അതിനെപ്പറ്റി ഈ വേദപഠിതാക്കളിൽ ചിലരുടെ അഭിപ്രായം, ഈ ലാബാൻ ഗൃഹബിംബം തപ്പി പുറകെ വരാൻ കാരണം അക്കാലത്ത് ഗൃഹബിംബം ആരുടെ പക്കൽ ഇരിക്കുന്നോ അവർക്കാണ് പിതാവിന്റെ സ്വത്ത് മുഴുവൻ. അതാ റേച്ചൽ ഇത് ന്യൂട്രൽ അടിച്ചു മാറ്റിയത്. പ്രായമുള്ള അപ്പൻ മരിക്കാറായി കിടക്കുമ്പോ ആധാരത്തിന്റെ കോപ്പിയൊക്കെ എടുത്തു വെച്ച് കള്ളയൊപ്പിട്ട് വസ്തു കൈക്കലാക്കുന്ന ബിരുദന്മാര് പെന്തിക്കോസിലുമുണ്ട്. നിനക്കും നിന്റെ സന്തതിക്കും ശുഭം വരികയില്ല. പ്രായമുള്ള അപ്പനും അമ്മയും വയ്യാതായി ഓർമ്മക്കേട് പോകുമ്പോൾ അവരെ കളിപ്പിച്ച്, സഹോദരങ്ങളെ കളിപ്പിച്ച് വെണ്ടറിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വക്കീലിന്റെ ഒത്താശയോട് കൂടി ആ വിരല് കൊണ്ട് ഒപ്പിടിപ്പിച്ച് വസ്തുവും സ്വത്തും ആമൻ ഒറ്റയ്ക്ക് കൈക്കലാക്കുന്ന ബന്ധുക്കോസുകാരെ ആരേലും എന്നെ കേൾക്കുന്നെങ്കിൽ ഉണ്ടെങ്കിൽ നിന്നോടുള്ള ദൂത് ഉപവസിച്ച കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ പ്രവാചകനെ കൊണ്ടുവന്നത് കൊണ്ടോ ഒരു വിടുതലും നടക്കത്തില്ല. നീ ചെയ്ത വിഷയത്തിന് ക്രമീകരണം വരുത്തി കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് ഇടപാട് തീർക്കാതെ ആയുസ് ശുഭത ഉണ്ടാകത്തില്ല. സ്തോത്രം. നിങ്ങളിപ്പോ ചിന്തിക്കുക, ഭാഷ എന്തിനാ ഇപ്പൊ ഇതിവിടെ പറഞ്ഞേ? ഓൺലൈനിൽ ചിലരുണ്ട്, അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആർക്കെങ്കിലും ഒക്കെ ഗുണമാകട്ടെ. ചേട്ടനെയും അനിയനെയും പെങ്ങളെയും അനിയനെയും അല്ലെ സഹോദരങ്ങളെ ചേച്ചി ഇതെല്ലാം മേടിച്ച് കൂട്ടിയാലേ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ടോ ഒന്നും ശരിയാകുകയല്ല. കോഴിക്കോട്ട് നിന്ന് പ്രവാചനം കൊണ്ടുവന്നുകൊണ്ടോ പുനലൂരിൽ നിന്ന് ഇറക്കിയത് കൊണ്ടോ ഇനി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് ഏത് ലഡാക്കിൽ നിന്ന് കൊണ്ടുവന്നാലും ശരിയാകുകയല്ല. ചെയ്ത വിഷയത്തിൽ അതിന് ക്രമീകരണം വരുത്തണ്ടേ? ചേട്ടനുള്ളത് കൊടുക്കണ്ടേ, അനിയനുള്ളത് കൊടുക്കണ്ടേ, പെങ്ങൾക്കുള്ളത് കൊടുക്കണ്ടേ, അപ്പനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ അത് കൊടുക്കണ്ടേ, ഇടപാട് കൃത്യമാക്കണ്ടേ? സക്കായി പറഞ്ഞ യേശുവേ ഞാൻ നടുപ്പിത്തി പൊളിച്ചു വെച്ച് യോഗം വെക്കാന്നാണോ? പിന്നെ എന്നാ പറഞ്ഞ? നന്നായിട്ട് പറ. ആരെയും ചതിച്ചേ ന്യായത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺവെൻഷൻ നടത്താന്നാണോ? അല്ല, നടുപ്പിത്തി തട്ടി വെച്ച് ഞങ്ങൾ യോഗം വെക്കാന്നാണോ? പിന്നെ അങ്ങനൊന്നും അല്ല. നന്നായിട്ട് പറ. ഇങ്ങനെ കൈവച്ചാലൊന്നും ഞാൻ അനുവദിക്കുകയല്ല. കാര്യം നന്നായിട്ട് പറ.
7 മടങ്ങൊന്നുമില്ല, അത്ര മാനസാന്തരം ഒന്നും വേണ്ട, ആ 4 മടങ്ങാ. അതാ മാനസാന്തരം. ന്യായമല്ലാത്തതൊന്നും നമ്മുടെ കൂടാരത്തിൽ കാണരുത്. നീതിക്ക് നിരക്കാത്തതൊന്നും കയ്യിൽ വെക്കരുത്. കൈ വെടിപ്പായിരിക്കണം. ചേട്ടന് കൊടുക്കാനുള്ളത് അവനെ കളിപ്പിച്ച് കൈക്കലാക്കരുത്. അനിയന് കൊടുക്കാനുള്ളത് അവനെ തട്ടിച്ച് കൈക്കലാക്കരുത്. പെങ്ങൾക്ക് കൊടുക്കാനുള്ളത് അവളെ കളിപ്പിച്ച് കൈക്കലാക്കരുത്. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളത് അവരെ സൂത്രത്തിൽ ന്യൂട്രൽ ഒതുക്കി കൈക്കലാക്കിയാൽ ശരിയാകുകയില്ല. അച്ഛാന വിഷയത്തിൽ തർക്കം വല്ലതും ഉണ്ടോ? ഇല്ല, തർക്കമില്ലല്ലോ. കൊടു കൈ വെടിപ്പായിരിക്കണം. അപ്പൊ അന്നത്തെ കാലത്ത് ഗൃഹബിംബം ആരുടെ പക്കലിരിക്കുന്നോ അവർക്ക് പിതാവിന്റെ സ്വത്ത് മുഴുവൻ കിട്ടും. അതായി ലാബാൻ ബിംബം കാണാൻ വന്നപ്പോൾ മോളെ മരുമകനെ തൃപ്തിയായിട്ട് ഓടി വന്നൊന്നുമല്ല. വയ്യാവേലി എങ്ങനെയും പോണമെന്നോർത്താ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ലാബാൻ ഓടി വന്ന ഗിലെയാദ് പർവ്വതത്തിന്റെ അടുക്കൽ വന്നു. എന്തിനേറെ പിറ്റേന്ന് കണ്ടു. തലേ രാത്രി ദൈവം ലാബാനോട് പറഞ്ഞു, പിന്നെ ഒരു കാര്യം, നീ ജേക്കബിനോട് ഗുണവും ചെയ്യണ്ട, ഒരു ദോഷം, നീ ചെയ്ത ഗുണമൊക്കെ അറിയാം, നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതാ പുള്ളി ഒതുങ്ങിയത്. പുള്ളി അതുകൊണ്ട് പിറ്റേന്ന് പറഞ്ഞു, എന്നാലും എൻ്റെ മോനെ ജേക്കബേ, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ പോകുന്നതിന് ഞാൻ നിനക്കൊരു സെൻഡ് ഓഫ് മീറ്റിംഗ് തരാനിരിക്കുകയായിരുന്നു. വീണ, മുരജം, തമ്പുരു, ഇലത്താളം, കൈത്താളം ഒക്കെ ആയിട്ട് ഞങ്ങൾ മെയിൻ പാട്ടുകാരെയൊക്കെ വിളിച്ചൊരു വലിയ പന്തലുമൊക്കെ ഇട്ട് സഭയിലെ എല്ലാ മേലധ്യക്ഷന്മാരെയും വിളിച്ച് നിനക്ക് നല്ലൊരു നീ 20 വർഷം ഇവിടെ ശുശ്രൂഷ. യാക്കോബ് ഉള്ളിൽ ചിന്തിച്ച് കാണാം, എനിക്കറിയാം സെൻഡ് ഓഫ് മീറ്റിംഗ് തരുന്നത് എങ്ങനെയാന്ന്. അത് മേടിക്കാതിരിക്കാനാ ഞാൻ നേരത്തെ പോന്നെന്ന് അകത്ത് ഹൃദയത്തിൽ ഇതെല്ലാം പറഞ്ഞു. ആട്ടെ, നീ വെപ്രാളത്തോട് ഓടിപ്പോന്നു, അതുകൊട്ടെ, ഇനിയിപ്പം ദൈവം നിന്നോട് പറഞ്ഞു, എന്റെ ബിംബം എന്തിനാ കൊണ്ടുപോയത്? അപ്പൊ ഇയാള് ബിംബത്തിന് വന്നതാ. യാക്കോബ് ഉടനെ പറഞ്ഞ, എന്റെ അപ്പച്ചാ, ഞാൻ ആരുടെയും ബിംബം ഇന്ന് വരെ എടുത്തിട്ടില്ല. ഞാൻ 10-20 കൊല്ലം അവിടെ താമസിച്ച ഒരാടിനെ ഞാൻ എന്റെ ഇഷ്ടത്തിന് കണ്ടിട്ടില്ല. കാണാതെ പോയതിന് ഞാൻ ഉത്തരവാദിയാ. ചെന്നാ പിടിച്ചതും കുറുക്കം അതൊക്കെ ഞാൻ ഉത്തരവാദിയാ. പകല് ഞാൻ വെയിൽ കൊണ്ട്, രാത്രി ശീതമായിട്ട് തന്നെ നോക്കി. ഞാൻ ഇന്ന് വരെ ഒന്നും ചതിച്ചില്ലല്ലോ. ഞാൻ ആരുടെ ഒന്നും എടുക്കത്തില്ല, എനിക്ക് വേണ്ട. എടാ ഇല്ലടാ, നീ പോന്നേ പിന്നെ ബിംബം കാണുന്നില്ലെന്ന്. ഉടനെ യാക്കോബ് പറഞ്ഞൊരു കാര്യം ചെയ്തു, ആരുടെയാലും പക്കൽ കണ്ടാൽ അവർ മരണയോഗ്യർ. ലാബാൻ കൂടാരമെല്ലാം നടന്ന് പരിശോധിച്ചു, അരിച്ചു പെറുക്കി പരിശോധിച്ചു. പിള്ളേരുടെ എല്ലാം കൂടാരത്തിൽ ചെന്നു. എല്ലാ കൂടാരത്തിലും കയറി. ലേയാമ്മയുടെ കൂടാരത്തിൽ കയറി, പിന്നെ ബിൽഹാമ്മയുടെ കൂടാരത്തിൽ കയറി, ശില്പാമ്മയുടെ കൂടാരത്തിൽ കയറി, എല്ലായിടത്തും കയറി ലാസ്റ്റ് ആണ് പൊന്നുമോടെ കൂടാരത്തിലോട്ട് വരുന്നത്. ആരാ പൊന്നുമോൾ? ആരാ? റേച്ചലമ്മാമ്മ, അപ്പച്ചന്റെ ഇഷ്ടപുത്രി റേച്ചൽ. കൂടാരമെല്ലാം കയറി റേച്ചലിന്റെ കൂടാരത്തിൽ വന്നപ്പോൾ എന്റെ ചിന്തയാ, ഒന്നേ ബെല്ലടിച്ചു. അന്ന് ബെല്ലൊന്നുമില്ല. എന്റെ ചിന്ത പറയാ, ബെല്ല് അല്ലെ കഥകെ മുട്ടു. ഉടനെ അകത്തുനിന്ന് പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ റേച്ചൽ. ഉടനെ അപ്പച്ചൻ വിളിയെന്ന് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. ആരാ? ഉടനെ അപ്പച്ചൻ പറഞ്ഞു, എടീ ഞാനാ, അപ്പച്ചനാടി. ഫാസ്റ്റിംഗില്ല. ഞാൻ ഫാസ്റ്റിംഗ് പ്രയർ തീരാതെ വിടുന്നു. ഉടനെ അപ്പച്ചൻ ചിന്തിച്ചു, ആട്ടെ, കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും നീ ഫാസ്റ്റിംഗ് എടുക്കുന്നല്ലോടി, വലിയ കാര്യം. അപ്പച്ചൻ പറഞ്ഞു, മോളെ നിങ്ങൾ പോന്നേ പിന്നെ ബിംബം കാണല്ലേ? ഐ ഡോണ്ട് നോ. ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ? നിങ്ങൾ പിന്നെ ചിരിച്ചത്, ഞാൻ ഇംഗ്ലീഷ് പറയരുതായിരിക്കും, നിങ്ങൾക്കേ പറയാവുള്ളൂ. സ്തോത്രം. അപ്പച്ചൻ ചിന്തിച്ചു, ആട്ടെ, കല്യാണത്തിന് മുമ്പേ വിളിച്ച പിടിവാശിയും തന്നെ ഇപ്പോഴേലും അവൾ ഉപവസിക്കാൻ. ആണ് അപ്പച്ചൻ പറഞ്ഞ, മോള് ഫാസ്റ്റിംഗ് എടുത്തോ, നിർത്തണ്ട, സ്റ്റോപ്പ് ചെയ്യണ്ട, കണ്ടിന്യൂ. അപ്പനെ കളിപ്പിച്ചു. ജേക്കബ് പറഞ്ഞത്, ആരുടെ എങ്ങനെ പക്കൽ കണ്ടാൽ മരണയോഗ്യർ. ഇവൾ അപ്പനോട് പറഞ്ഞത്,
ഫാസ്റ്റിംഗ് പ്രയറായി, എനിക്ക് എഴുന്നേക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം, അതിന്റെ ബാക്കി വൈകിട്ടാണ് ബാക്കി ശുശ്രൂഷിക്കുന്നത്. അപ്പം ദൈവദാസൻ പറഞ്ഞ 1 മണിക്ക് നിർത്താം. ഇപ്പം ഗുണമാകാനാന്ന് ഇപ്പൊ ഇത്ര നേരം കൊണ്ടൊക്കെ, അതോ ഞാൻ 1:30 ആയിട്ടേ ഗുണമാവും, അങ്ങനെ വല്ല നിർബന്ധമുണ്ടോ? ഇല്ല, 1 തന്നെ ആയിക്കൂ. വാക്ക് ശ്രദ്ധിക്കൂടെയുള്ളപ്പോൾ റാഗേൽ പ്രസവിക്കുക, ബെന്യാമീനെ പ്രസവിക്കുക. കഠിനവേദന എന്നൊരു പ്രയോഗമുണ്ട്. കഠിനവേദന, അങ്ങനെ കഠിനവേദന എന്ന് പറഞ്ഞാൽ ബെന്യാമീനെ, വേറെ പഠിതാക്കളും ഇതിനെപ്പറ്റി പഠിച്ചവർ പറയുന്നത്, ബെന്യാമീനെ പ്രസവിച്ച സമയത്ത് ബ്ലഡ് നിൽക്കുന്നില്ല. അതാ കഠിനവേദന. ഈ ഒരു പ്രവചന ശബ്ദമായിട്ട് ഇരിമ്യാവിലുണ്ട്. റാഹേൽ തന്റെ മക്കളെ ചൊല്ലി കരയുന്ന രാമയിൽ ഒരു ശബ്ദം കേൾക്കാം. അത് പാസന്റെ ഭാവിയിലെ പ്രവചന വിഷയം കൂടാ. എന്നിരുന്നാലും ഇവള് പ്രസവത്തോടു കൂടി ബെന്യാമീനെ പ്രസവിച്ച് ചോര കുഞ്ഞ്, പക്ഷെ ബ്ലഡ് നിൽക്കുന്നില്ല, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ചിന്ത, ഏത് വിഷയത്തിൽ അപ്പനോട് കള്ളം പറഞ്ഞത്, ആ വിഷയത്തിൽ ദൈവം പിടികൂടി. നമ്മുടെ വാക്ക് വളരെ ശ്രദ്ധിച്ചോണം. അപ്പനോട് കള്ളം പറഞ്ഞില്ലേ, എനിക്ക് എഴുന്നേക്കാൻ പാടില്ല, ഞാൻ ഫാസ്റ്റിംഗ് ആണ്. ഏത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ പിടികൂടി ദൈവം. ഞാൻ വളരെ ഭയത്തോടെ വിനയത്തോടെ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നമ്മൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാം. വേഗതയും വാക്കുകളൊക്കെ കൃപയോട് കൂടിയതും മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുന്നതാണെങ്കിൽ തന്നെയല്ല, എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതി സ്തോത്രങ്ങളാണെങ്കിൽ നല്ലതാണ്. ശ്രദ്ധിച്ചേ സംസാരിക്കാവൂ, സൂക്ഷിച്ചേ സംസാരിക്കാവൂ, ആലോചിച്ചേ സംസാരിക്കാവൂ. ഇതെല്ലാം ഈ ഭാഗത്തു നിന്നുള്ള പാഠമാ. ദൈവം അനുവദിച്ചാൽ 1 മണി നമുക്ക് ദൈവവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം. എനിക്കൊരു 7:30 ആകുമ്പോൾ മൈക്ക് തരാമോ? അപ്പൊ നിങ്ങൾ ഒരു 7:30 ആകുമ്പോൾ എല്ലാവരും എത്തുകയല്ലേ? അതിന് എന്നാ ഞാനും മുന്നേ വരാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇച്ചിരി ഏറെ സമയം വചനം ഇതിന് ശേഷമുള്ള ഭാഗമാണ്. സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ വലിയ കൃപയെ അനേക ദൈവ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. വിശ്വസ്തനും വിശുദ്ധനായ നമുക്ക് കർത്താവിനെ പറ്റിക്കാം. ദൈവഹിതത്തായി ദൈവവചനം ഈ പകൽക്കാലം കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു.